എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ടെക്നിക്കൽ സെഷനിലെ റിസോഴ്സ് പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കോട്ടയം പ്രോജക്ട് ഡിവിഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കുന്ന എഞ്ചിനീയർ വിഷ്ണുജ വി എന്നെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ലൈവ് ഇന്ററാക്റ്റീവ് സെഷന്റെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രോജക്ട് പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് യൂസിങ് MS പ്രോജക്ട് എന്നാണ്. ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സണായിട്ട് വന്നിരിക്കുന്നത് എഞ്ചിനീയർ രഞ്ജുരാജ് സാർ ആണ്. സാർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. കുറച്ചു കാലം സാർ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എയർപോർട്ടിലെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 വർഷത്തോളമായിട്ട് സാർ കിഫ്ബിയിലെ ഷെഡ്യൂളിംഗ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്ത് വരുവാണ്. അപ്പം ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപയോഗപ്രദമാവുമെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എഞ്ചിനീയർ രഞ്ജുരാജ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. രഞ്ജു കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് തുടങ്ങാം, അതായിരിക്കും ബെറ്റർ. അപ്പൊ MSPയിൽ നമ്മൾ ആദ്യമായിട്ട് മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാന്ന് പറയാം. ഓക്കെ, ഇത്രയും ടോപ്പിക്സിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ അബൌട്ട് MSP എന്താണ് എന്ന് നമുക്ക് നോക്കാം. ദെൻ സോഫ്റ്റ്വെയർ ഇന്റർഫേസ് നോക്കാം. മൂന്നാമതായിട്ട് ഇമ്പോർട്ടന്റ് സെറ്റിംഗ്സ്, ഇതിനകത്ത് എന്തൊക്കെ സെറ്റിംഗ്സ് ആണ് ഉള്ളതെന്ന് നോക്കാം. കലണ്ടർ ക്രിയേഷൻ, എങ്ങനെയാണ് ഇതിനകത്ത് കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊജക്ട് ക്രിയേഷൻ, ടാസ്ക് അഡിഷൻ, ഹൗ ടു കാൽക്കുലേറ്റ് ടാസ്ക് ഡ്യൂറേഷൻ. എട്ടാമതായിട്ട് WBS ക്രിയേഷൻ, റിലേഷൻഷിപ്പ് ടൈപ്സ്, റിസോഴ്സസ് ഇൻ MSP, ക്രിട്ടിക്കൽ പാത്ത്, പ്രോജക്ട് അപ്ഡേറ്റിംഗ്, റിപ്പോർട്ട്സ്. ഇത്രയാണ് മെയിൻ ആയിട്ട് പറയുന്ന ടോപ്പിക്സുകൾ. ജസ്റ്റ് ടോപ്പിക്ക് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്ക് നോക്കാം. ഫസ്റ്റ് വൺ, നമുക്ക് ഇപ്പൊ എന്താണ് MSP എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. പ്രൊജക്ട് ഷെഡ്യൂളിംഗ് ആണ്. എന്താണ് MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് MSP എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ബേസിക്കലി ഒരു പ്രോജക്ട് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഡിസൈൻഡ് ബൈ മൈക്രോസോഫ്റ്റ് ഫോർ ദ പ്രോജക്ട് മാനേജേഴ്സ് in such a way that it helps managers to develop a schedule. MSP can help to visualize your project plan in standard format and track informations about the work duration. It also helps to generate reports. ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് ഒരു സിംഗിൾ വേർഡിൽ എന്താണ് MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത്. ജസ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സോഫ്റ്റ്വെയറിലോട്ട് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന വിൻഡോയിലുള്ള കുറച്ച് ഓപ്ഷൻസ് ആണിത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയറിലൂടെ തന്നെ പരിചയപ്പെടാം. ഇതാണ് MSP എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ഒരു വിൻഡോ. ഇതെങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആൾറെഡി ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ സെർച്ചിൽ MSP എന്നല്ല സെർച്ച് ചെയ്യേണ്ടത്, പ്രോജക്ട്സ് എന്ന് സെർച്ച് ചെയ്യുക. ലൊക്കേഷൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പ്രോജക്റ്റ് എന്നാണ് അതിനകത്ത് സേവ് ആവുന്നത്. പ്രോജക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു വിൻഡോ വരും. ഓക്കെ, ഒരു ന്യൂ പ്രോജക്റ്റ് എടുക്കുമ്പോൾ, ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്ന ബ്ലാങ്ക് പ്രോജക്റ്റ്, ഈ ബ്ലാങ്ക് പ്രോജക്റ്റ് വഴിയിട്ടാണ് നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് ആൾറെഡി കുറച്ച് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്ലാൻ, ക്രിയേറ്റ് എ ബഡ്ജറ്റ്, എൻഡ് വാല്യൂ, റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ, സിമ്പിൾ പ്രോജക്റ്റ് പ്ലാൻ, ന്യൂ ബിസിനസ് പ്ലാൻ, അതുപോലെ ഓരോ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഈ ടെംപ്ലേറ്റ്സ് വെച്ചിട്ടും നമുക്ക് ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതൊരു മാർക്കറ്റിംഗ്, നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ആദ്യം ഒന്ന് വേറൊരു കാര്യം കൂടെ പറയാം. നമ്മൾ നോർമലി ഈ ബ്ലാങ്ക് പ്രോജക്റ്റ് വഴിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു ഷെഡ്യൂൾ ചെയ്യണം, അത് ഇതിനകത്ത് ആൾറെഡി സേവ്ഡ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ്, ഇപ്പൊ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ് പ്ലാൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് അപ്പോഴത്തേക്ക് അത് ഡയറക്റ്റ് ഓപ്പൺ ആവും. ഇതാണ് ആൾറെഡി ഇതിനകത്ത്
ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് പ്ലാനിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഷെഡ്യൂളിൽ രഞ്ജു കേൾക്കാമോ? രഞ്ജുവിന് നെറ്റ് ഇഷ്യൂ ആണെന്നാ തോന്നുന്നത്. എന്തൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാം. എന്തൊരു പവർ ഇഷ്യൂ ആണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രഞ്ജു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സോറി ഒരു പവർ ഇഷ്യൂ വന്നത് കൊണ്ടാണ്. സോറി. അപ്പൊ ഞാൻ ഒന്നും കൂടെ ആ ഒരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് പ്രോജക്ട്സ് ഓപ്പൺ ആക്കുന്നു. ബ്ലാങ്ക് പ്രോജക്റ്റ്, ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ നോർമലി പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ആൾറെഡി ഇൻബിൽട്ട് ആയിട്ട് കുറച്ചധികം ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒരു ടെംപ്ലേറ്റ്സ് ഓപ്പൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ
ടൈം ഇല്ലാത്ത ടൈമിൽ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്ത് അതിന്റെ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാനായാലും അതേപോലെ തന്നെ അതിന്റെ ടാസ്കുകൾ അറേഞ്ച് ചെയ്യാനായാലും ഡ്യൂറേഷൻസ് സെറ്റ് ചെയ്യാനോ റിലേഷൻഷിപ്പ് കൊടുക്കാനോ ഉള്ള ടൈം ഇല്ല. പെട്ടെന്ന് ഒരു ഷെഡ്യൂൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള ഫോർമാറ്റിൽ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ആ ഒരു ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് കാണിക്കാനായിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. ഇതെന്ന് പറയുന്നത് നമ്മളൊരു MSP പ്രോജക്റ്റിൽ നമ്മൾ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ ആയിട്ട്, ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്കുകളാണ്. നമ്മൾ അതിനകത്ത് ഫയലിൽ പോകുന്നു, ഓപ്ഷൻസിൽ പോകുന്നു. ഫസ്റ്റ് വൺ ജനറലിനകത്ത് സ്ക്രീൻ ടിപ്പ് സ്റ്റൈല്. അതെന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷൻ ഷോ ഫീച്ചേഴ്സ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതായിരിക്കണം ഇൻബിൽട്ട് ആയിട്ടുള്ള ഓപ്ഷൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന റിബൺ ഐക്കൺസിനകത്ത് നമ്മൾ കർസർ കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് അത് എന്താണെന്ന് കാണിക്കുന്നു. ജനറൽ ആയിട്ട് നമ്മൾ എക്സലിലേക്ക് പോലുള്ള ജസ്റ്റ് ഒരു ഓപ്ഷൻ ഇതായിരിക്കണം ഇൻബിൽട്ട് ആയിട്ട് കിടക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ ഡിഫോൾട്ട് വ്യൂ എന്ന് പറയുന്നത് ഗാൻറ്റ് വിത്ത് ടൈം ലൈൻ എന്നുള്ളതായിരിക്കണം. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതാണ് നമുക്ക് വേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത്, ഗാൻറ്റ് വിത്ത് ടൈം ലൈൻ. അതിനകത്ത് ഗാൻറ്റ് വിത്ത് ടൈം ലൈൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മോണിറ്ററിൽ കാണുന്ന ഈ ഒരു വ്യൂ ആണ് ഗാൻറ്റ് വിത്ത് ടൈം ലൈൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ടാസ്കുകൾ, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഗാൻ ചാർട്ട്. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദെൻ അടുത്തെന്ന് പറയുന്ന ഡേറ്റ് ഫോർമാറ്റ്. ഫയലിൽ ഓപ്ഷൻസിൽ ജനറലിൽ പോകുമ്പം മെയിൻ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട, സ്റ്റാർട്ടിങ്ങിൽ സെറ്റ് ചെയ്യേണ്ട കുറച്ച് ഓപ്ഷൻസ് ആണ്. സ്ക്രീൻ ടൈപ്പ് പറഞ്ഞു, ഡിഫോൾട്ട് വ്യൂ പറഞ്ഞു, അടുത്ത ഡേറ്റ് ഫോർമാറ്റ് നമുക്ക് ആവശ്യത്തിന് അധികമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഡേറ്റ് ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ദെൻ അടുത്തെന്ന് പറയുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഷെഡ്യൂളിൽ നോർമലി യൂസ് ചെയ്യുന്ന കലണ്ടർ എന്ന് പറയുന്നത് ഗ്രെഗോറിയൻ കലണ്ടർ ആണ്. അത് തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്തിടേണ്ടത്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കറൻസി ടൈപ്പുകൾ സെലക്ട് ചെയ്യാം. നമ്മൾ വർക്കിംഗ് ലൊക്കേഷൻ അനുസരിച്ചിട്ട്, ഇതിപ്പം ഇന്ത്യയിലായതുകൊണ്ട് INR ആണ്. അത് നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എവിടെയാണോ നമ്മുടെ വർക്കിംഗ് ലൊക്കേഷൻ അതനുസരിച്ചിട്ട് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരാഴ്ചയിലെ ഏത് ദിവസം മുതലാണ്. അതിപ്പോൾ ഓരോ കമ്പനിയിലും ഓരോ ദിവസമായിരിക്കാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഷെഡ്യൂളിൽ സ്റ്റാർട്ടിംഗ് ഡേ എന്ന് പറയുന്ന സൺഡേ ആയതുകൊണ്ട് സ്റ്റാർട്ട് ഡേറ്റ് സൺഡേ, അത് നമുക്ക് സെലക്ട് ചെയ്തിടാവുന്നതാണ്. അടുത്ത ടോപ്പിക്കിൽ ഞാൻ പറയാൻ ഡീറ്റെയിൽ ആയിട്ട്. ദെൻ ഫിസ്ക്കൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? ജാനുവരി. ദെൻ ആ ഒരു പ്രോജക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ടൈം അതെന്ന് പറയുന്നതാണിത് 8 AM. എൻഡിങ് ടൈം, ഒരു ദിവസത്തെ എത്രയാണ് വർക്കിംഗ് ടൈം എന്നുള്ള ജനറൽ ആയിട്ട് ആ ഒരു ഷെഡ്യൂളിനകത്തുള്ള ജനറൽ ആയിട്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇതിനകത്ത് അടുത്തതായിട്ട് ഷെഡ്യൂളിംഗ് ഓപ്ഷൻ എന്നുള്ള ഈ ഒരു പോർഷനിൽ ന്യൂ ടാസ്ക് ക്രിയേറ്റഡ് എന്നുള്ളത് മാനുവലി ഷെഡ്യൂൾഡ് ആണ്. ഒരു MSP പ്രോജക്റ്റ് പുതിയ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻ മാനുവലി ഷെഡ്യൂൾഡ് ആണ്. അതിനെ ഓട്ടോ ഷെഡ്യൂൾഡ് ആക്കിയതിന് ശേഷം മാത്രമേ ഒരു പ്രോജക്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ. അതൊരു മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ദെൻ അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് എന്താണ് ഇതിനകത്ത് എങ്ങനെയാണ് ഓരോ ഷെഡ്യൂൾസ് ചെയ്യുന്നത്, ഈ ഒരു ഷെഡ്യൂൾ ഗൂഗിൾ മീറ്റിന്റെ ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ. അടുത്തതായിട്ട് നമുക്കൊരു പുതിയ ഷെഡ്യൂൾ ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയാണ് കാണുന്നത്, ടൂൾസിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ് ടൂൾസ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫയല് ഒരു പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഇതുപോലെ ഒരു ബ്ലാങ്ക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ ആയിരിക്കും. അതിനകത്ത് നിന്നൊരു ബ്ലാങ്ക് പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ പുതിയതായിട്ടൊരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും വിൻഡോ വരുന്നത്. ഫയലിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ദെൻ ടാസ്കിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ഗാൻറ്റ് ചാർട്ട്. ഈ ഗാൻ ചാർട്ട് എന്ന് പറഞ്ഞ ഇതിനകത്ത് നമുക്ക് കലണ്ടർ, നെറ്റ്വർക്ക് ഡയഗ്രാം, റിസോഴ്സ് ഷീറ്റ് ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ആ ഒരു വ്യൂ ആണ് ഗാൻ ചാർട്ട് എന്ന് പറയുന്നത്. നോർമലി ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ബോട്ടം കാണുന്ന ഞാനിപ്പം കാണിക്കുന്ന ഈ ഒരു പോർഷനെയാണ് ഗാൻ ചാർട്ട് എന്ന് പറയുന്നത്. ഒരു ഗാൻ ചാർട്ട് എങ്ങനെയാണ് വിസിബിൾ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതാണ് ഗാൻ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു സൈറ്റിൽ നടക്കുന്ന വർക്കിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഗാൻ ചാർട്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വർക്കിനെ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് ഈ ഒരു പ്രോജക്റ്റ്, ഇപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം അതിനകത്ത് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ എന്നുള്ളത് പറഞ്ഞു. ഇനി ഈ ഒരു പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു പ്രോജക്റ്റിനായാലും അതിനൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് വേണം. അത് ഒരു കമ്പനിയിൽ ഏതൊക്കെ ദിവസമാണ് വർക്ക് ചെയ്യുന്നത്, എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു കമ്പനിയിൽ ഏതൊക്കെ ദിവസങ്ങളാണ് ഹോളിഡേ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു പ്രോജക്റ്റ് ഷെഡ്യൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഫസ്റ്റ് വൺ, പ്രോജക്റ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓപ്പൺ ആക്കിയതിന് ശേഷം പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക, പ്രോജക്റ്റ് ഇൻഫർമേഷൻ ഓപ്പൺ ആക്കുക. അതിനകത്ത് സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, ഫിനിഷ്ഡ് ഡേറ്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് ഫ്രം, കറണ്ട് ഡേറ്റ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. കറണ്ട് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ ആ ഷെഡ്യൂൾ ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് കറണ്ട് ഡേറ്റ്. സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രോജക്റ്റ് എന്നത്തേക്ക് മുതലാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഡേറ്റ് ആണ് സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി സൈറ്റ് ഹാൻഡ് ഓവർ മുതലായിരിക്കത്തില്ല, അതിന് മുന്നേ ഉള്ള പ്രീ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടായിരിക്കണം സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കേണ്ടത്. ദെൻ ഈ പ്രോജക്റ്റ് എപ്പോഴും മുതലാണ് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡേറ്റ് മുതലാണോ ഫിനിഷ് ഡേറ്റ് മുതലാണോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നോർമലി എല്ലാ ഷെഡ്യൂളുകളും പ്രോജക്റ്റ് സ്റ്റാർട്ട് ഡേറ്റ് മുതലായിരിക്കും ഷെഡ്യൂൾ ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുക, ഓക്കെ എടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു പ്രോജക്റ്റിൽ നമ്മുടെ വർക്കിംഗ് ടൈം എപ്പോഴൊക്കെയാണ് വർക്ക് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ടിംഗ് ടൈം, ഫിനിഷിംഗ് ടൈം, ഇന്റർവെൽസ് ഉണ്ടെങ്കിൽ അത്, ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ടൈം, ചേഞ്ച് വർക്കിംഗ് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ, പ്രോജക്റ്റിൽ ചേഞ്ച് വർക്കിംഗ് ടൈം, അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ടാവും. അതിനകത്ത് ക്രിയേറ്റ് ന്യൂ കലണ്ടർ പ്രോജക്റ്റിൽ ചേഞ്ച് വർക്കിംഗ് ടൈം പോവുക, അതിനകത്ത് ക്രിയേറ്റ് ന്യൂ കലണ്ടർ എടുക്കുക. ദെൻ ഇത് ആൾറെഡി ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു 3 ടൈപ്പ് കലണ്ടേഴ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒരു കോപ്പിയാണ് നമുക്ക് ഇതിൽ വേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റിൽ സെലക്ട് ചെയ്യുക. ഒരു പുതിയ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് വർക്കിംഗ് ടൈം കറക്റ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് 0 ആണ് കിടക്കുന്നത് വർക്കിംഗ് ടൈം. അപ്പൊ നമ്മൾ അതിന് കറക്റ്റ് ചെയ്യുക. അതിനെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ്, നമ്മൾ ആദ്യമേ ന്യൂ കലണ്ടർ ക്രിയേറ്റ് ചെയ്തു, വർക്ക് വീക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൺഡേ ടു സാറ്റർഡേ, സൺഡേ എല്ലാ ദിവസങ്ങളും ഇതിനകത്ത് ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ദിവസമാണ് വർക്ക് ചെയ്യേണ്ടത്, മൺഡേ ടു ഫ്രൈഡേ സെലക്ട് ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ ടൈമിങ് എങ്ങനെയാണെന്നുള്ളത്, അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 8 AM, അത് 12 മണി വരെയാണുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഇന്റർവെൽ 13 മുതൽ ഒരു 16-17 വരെ കൊടുക്കുന്നു. ഇത് ഓക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഷെഡ്യൂളിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത് ഇതാണ്, 8 AM to 12, 13 to 17. ആദ്യമേ നമ്മൾ ഇത് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ 0 ആയിരുന്നു. 0 വെച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ 0 ആയിരിക്കും, പ്രോജക്റ്റ് എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരുന്നു എന്നുള്ള കൺസെപ്റ്റിൽ നിൽക്കും. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ, ഹോളിഡേയ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നെക്സ്റ്റ് ഈ വർക്ക് വീക്സിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ പോവുക. ഹലോ, ശബ്ദം കുറച്ചുകൂടെ ഒന്ന് കൂട്ടാമോ? ചില സമയത്ത് ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ ഈ കലണ്ടർ ഒന്നുകൂടെ പറയട്ടെ എന്നാല്. ഇതുവരെ ഓക്കെ ആണ്. ഓക്കെ. അടുത്തത് നമുക്ക് ഈ ഒരു കേസിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ കേസ് വരുവാണെങ്കിൽ ഹോളിഡേയ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഈ ഒരു ഫെബ്രുവരി 11-ാം തീയതി നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യുന്ന ഫേമിൽ ഹോളിഡേ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 സെലക്ട് ചെയ്യുന്നു. അവിടെ ഹോളിഡേ ഒരു H എന്ന് പറയുന്ന ഒരു ഹോളിഡേ ആണ്. ദെൻ 11 ഹോളിഡേ സെലക്ട് ചെയ്തു. ദെൻ 23 ഹോളിഡേ ആണ്. അപ്പൊ നെക്സ്റ്റ് പോവുക, 23 സെലക്ട് ചെയ്യുക. 23 സെലക്ട് ചെയ്യുക, അതിനൊരു നെയിം കൊടുക്കുക. എന്താണ് ആ ഹോളിഡേ? എന്ന് പറയുന്ന ഒരു ഹോളിഡേ സെലക്ട് ചെയ്തു. ദെൻ അപ്പൊ 2 ഹോളിഡേ ആയി. ഇതേപോലെ
ഒരു വർഷത്തിലുള്ള എല്ലാ മാസത്തിലെയും ഹോളിഡേയ്സ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഹോളിഡേയ്സ് കൂടെ ഷെഡ്യൂൾഡ് ആയിട്ട് വരും. അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് കൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ഹോളിഡേ വർക്ക് ചെയ്തു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പോകും. ഷെഡ്യൂൾ നോക്കുമ്പോഴത്തേക്ക് ബിഹൈൻഡ് ഷെഡ്യൂൾ ആയി പോകും. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോജക്റ്റിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ അതിന്റെ ഡേറ്റും ടൈമും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് കലണ്ടർ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തൊരു കലണ്ടർ സെറ്റ് ചെയ്തു. അടുത്ത പോയിന്റ്, നമുക്ക് കലണ്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ പ്രോജക്റ്റിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, എന്താണ് ഈ പ്രോജക്റ്റിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതൊരു സ്കൂൾ പ്രോജക്റ്റ് ആണ്, അല്ല നോർമൽ ബിൽഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഒരു ബിൽഡിംഗ് പ്രോജക്റ്റിൽ ഫസ്റ്റ് സാമ്പിൾ എന്തെങ്കിലും ഒരു പേര്, ഇതിപ്പോ നമുക്ക് ഈ ഒരു പാറ്റേണിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ നേരത്തെ ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ആ ഒരു സെയിം പ്രോജക്റ്റ് എടുത്തു. പ്രോജക്റ്റിനകത്ത് ആദ്യം എന്താണ് ആ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അതൊരു കൺസ്ട്രക്ഷൻ, അതാണ് നമ്മുടെ മെയിൻ പ്രോജക്റ്റ് 9. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഷെഡ്യൂള് മാനുവലി ഷെഡ്യൂൾഡ് ആണ് കിടക്കുന്നത്. അത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓപ്ഷൻസിൽ പോകുന്നു, ഷെഡ്യൂൾഡിൽ പോകുന്നു, മാനുവലി ഷെഡ്യൂൾഡ് മാറ്റി ഓട്ടോ ഷെഡ്യൂൾഡ് ആക്കുന്നു, ഓക്കെ എടുക്കുന്നു. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ടാസ്കുകളും ഓട്ടോമാറ്റിക്കലി ഷെഡ്യൂൾഡ് ആവും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടാസ്കിലും പോയിട്ട് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഇത് മൊത്തത്തിൽ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെളിയിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലേറ്റ് ടാസ്ക് ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് ഡിലേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ടാസ്ക് ആഡ് ചെയ്ത സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. ഇതാണ് ഗാൻ ചാർട്ട് വ്യൂ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആഡ് ചെയ്ത മെയിൻ ടാസ്ക്. ഓക്കെ, മെയിൻ ടാസ്ക് ആഡ് ചെയ്തു. ഇനി ഇതിനകത്ത് കുറച്ച് ടാസ്കുകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കളയാം. ഫസ്റ്റ് വൺ നമുക്ക് സൈറ്റ് ക്ലിയറൻസ് ഉണ്ടാവും. അപ്പോൾ സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്കവേഷൻ നോക്കാം. എക്സ്കവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് PCC RCC ആ ഒരു പാറ്റേണിൽ ഗ്രൗണ്ട് ലെവൽ വർക്കുകൾ വരുന്നു എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ എച്ച് എന്ന് പറയുന്ന കൺസ്ട്രക്ഷനിനകത്ത് ഫസ്റ്റ് വരുന്ന ഇത്രയും ടാസ്കുകൾ. അപ്പൊ ഇത്രയും ടാസ്ക് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ അടിച്ചപ്പോൾ ഒറ്റ പാറ്റേണിലായിരുന്നു. ഇതിന്റെ അകത്താണ് വരേണ്ടത് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മെയിൻ ടാസ്ക് ഇതല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ടാസ്കുകൾ സെലക്ട് ചെയ്യുക. ഇവിടെ ആയിട്ട് ഗാൻഡ് ചാർട്ട് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ രണ്ട് ഔട്ടെൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും ഇൻഡന്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഓപ്ഷൻ. ഈ എ എന്ന് പറയുന്ന ടാസ്കിന്റെ അകത്തോട്ടാണ് ഈ ബി എന്ന് പറയുന്ന പോകേണ്ടത്. അപ്പം നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഇൻഡന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇൻഡന്റ് ഔട്ടെൻഡ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഇത് കൊടുക്കേണ്ടത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളിലാണ് ഞാൻ ഇതിപ്പോ പറഞ്ഞിരിക്കുന്നത്. ഫോർമാറ്റ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഇതിങ്ങനെ ഇൻഡന്റ് ഔട്ടെൻഡ് കിട്ടി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിന്റെ ഡ്യൂറേഷൻസ് എങ്ങനെയാണ് ഇതിന്റെ ഡ്യൂറേഷൻസ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ സൈറ്റ് ക്ലിയറൻസ് നമുക്കിപ്പോ ഒരു പ്രൊജക്ട് മാനേജറിന് അല്ലെങ്കിൽ പ്രൊജക്ട് എഞ്ചിനീയറിന് ആ ഒരു വർക്കിന് എത്ര ദിവസമാണ് വേണ്ടത് എന്നുള്ളത് നോർമലി അറിയാൻ പറ്റുമായിരിക്കും. ജസ്റ്റ് നമ്മളിപ്പോ സൈറ്റ് ക്ലിയറൻസിന് 3 ദിവസമാണ് വേണ്ടത്, 3 ആഡ് ചെയ്തു. എക്സ്കവേഷന് 2 ദിവസമാണ് വേണ്ടത്, ആഡ് ചെയ്തു. PCCക്ക് 2 ദിവസം ആഡ് ചെയ്തു. RCCക്ക് ഒരു 2 ദിവസം ആഡ് ചെയ്തു. ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വർക്ക് സൈറ്റിൽ എത്ര ദിവസം വേണം, ആ സെയിം വർക്ക് എത്ര ദിവസം വേണം എന്നുള്ളതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റാർട്ട് ഫിനിഷ് നോക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ടും ഫിനിഷും എല്ലാത്തിൻ്റെയും സെയിം തന്നെയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഓരോ വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് എന്നുള്ള രീതിക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കേണ്ടത്. വേറൊരു കാര്യം, നമ്മളിവിടെ ഓരോ ടാസ്ക് ആഡ് ചെയ്തു. സൈറ്റ് ക്ലിയറൻസ്, എക്സ്കവേഷൻ, PCC, RCC. ഇതിനകത്ത് 3 days കൊടുത്തു. 3 days ആയതുകൊണ്ട് ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കുമ്പോഴത്തേക്ക് അറിയാം ബാക്കിയുള്ള എല്ലാം സെയിം ലൈക്ക് അത്. അപ്പൊ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിന്ന് നമുക്ക് അതിന്റെ നമ്പർ ഓഫ് ഡേയ്സ് മനസ്സിലാക്കാം. ഇതിനെ തന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഈ ടോപ്പിൽ കാണുന്ന ഇതിപ്പം വീക്ക്ലി ബേസിസിലാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ ഇയർലി ബേസിസിലാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക,
ടൈം സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഗ്യാൻറ്റ് ചാർട്ട് വ്യൂ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, ഇയർലി ബേസ് അല്ലെന്നുണ്ടെങ്കിൽ മന്ത്ലി ബേസ് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രോജക്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഗ്യാൻറ്റ് ചാർട്ട് ഫുൾ ആയിട്ട് വ്യൂ കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന ടൈമുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടൈം സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഇതിപ്പോ വീക്കാണ്, വീക്ക് മാറ്റിയിട്ട് നമുക്ക് ഡേയ്സ് ആക്കണമെങ്കിൽ ഡേയ്സ് ആക്കാം, മന്ത് ആക്കണമെങ്കിൽ മന്ത് ആക്കാം, ഹാഫ് ഇയർ ആക്കണമെങ്കിൽ ഹാഫ് ഇയർ ആക്കാം, ഇയർ ആക്കണമെങ്കിൽ ഇയർ ആക്കാം. അതുപോലെ തന്നെ ലേബലിംഗ്, ഇതിപ്പം ലേബലിംഗ് ഇപ്പൊ കണ്ടോ 2 ഫെബ്രുവരി 26, ഇത്രയും വലിയ രീതിക്കുള്ള ലേബലിംഗ് വേണ്ട, സിംഗിൾ ആയിട്ടുള്ള മതിയെങ്കിൽ ആ രീതിക്കുള്ള പാറ്റേൺസ്. അതെന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് ഏതാണോ വേണ്ടത്. വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ രീതിക്കുള്ള ലേബലിംഗ് ആയിരിക്കും ബെസ്റ്റ്. ആ രീതിക്ക് ഇതിനകത്ത് നിന്നാണ് നമ്മളത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ അത് മാറുന്നത്. ഓക്കെ, ഇനി ഓരോ ടാസ്കും ഇപ്പോൾ സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞ എക്സ്കവേഷൻ കഴിഞ്ഞ് PCC കഴിഞ്ഞ് RCC എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിൽ എങ്ങനെയാണ് ഈ MSPയിൽ അറേഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ടാസ്ക് നെയിം ആഡ് ചെയ്തു, ഡ്യൂറേഷൻ ആഡ് ചെയ്തപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ഡേറ്റ്, ഫിനിഷ് ഡേറ്റ്. ഈ സ്റ്റാർട്ട് ഡേറ്റ് എന്താണ് 4/2 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലണ്ടറിൽ സെറ്റ് ചെയ്തപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് 4/2 ആണ് കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഈ ഒരു റിലേഷൻഷിപ്പ് ആഡ് ചെയ്യുന്നതിനായിട്ടുള്ള 2 ടേംസ് ആണ് പ്രെഡിസിസറും സക്സസറും. അത് നമ്മളിപ്പോൾ ഇതിനകത്ത് പ്രെഡിസിസർ മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത പുതിയ ഓപ്ഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടായിട്ട് ടോപ്പ് പോകുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസേർട്ട് കോളം സെലക്ട് ചെയ്യുന്നു. നമുക്ക് എന്താണ് വേണ്ടത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ കിട്ടും. അപ്പൊ സക്സസറായി, പ്രെഡിസിസറായി, സക്സസറായി. പിന്നെ ഈ പ്രെഡിസിസർ സക്സസർ കൊടുക്കുന്നതിനായിട്ട് നമുക്ക് 4 റിലേഷൻസ് ആണുള്ളത്. ആ റിലേഷൻസ് എന്താണ്, റിലേഷൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് പറയാം. മെയിൻ ആയിട്ട് നമുക്ക് ആ റിലേഷൻസ് ഉള്ളത് ഫിനിഷ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ട് ടു ഫിനിഷ്, ഫിനിഷ് ടു ഫിനിഷ്, സ്റ്റാർട്ട് ടു ഫിനിഷ്. ഈ രീതിക്കാണ് 4 റിലേഷൻസ് ഉള്ളത്. ഇതെന്താണ്, ഇതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇതാണ്. സൈറ്റ് ക്ലിയറൻസ്, എക്സ്കവേഷൻ. എന്തായാലും സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കുള്ള 4 റിലേഷൻസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ട് ടു ഫിനിഷ്, ഫിനിഷ് ടു ഫിനിഷ്, സ്റ്റാർട്ട് ടു ഫിനിഷ്. അപ്പൊ ഫിനിഷ് ടു സ്റ്റാർട്ട്, ആ പേര് പറയുന്നത് പോലെ തന്നെ A എന്ന് പറയുന്ന ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം B നടക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഫിനിഷ് ടു സ്റ്റാർട്ട് ആയിരിക്കണം. ദെൻ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടാസ്ക് എയും ഉണ്ട് ബിയും ഉണ്ട്. ഈ 2 ടാസ്കുകളും സെയിം ടൈമിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ലോജിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിസോഴ്സ് ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ടു സ്റ്റാർട്ട്. ദെൻ അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിനിഷ് ടു സ്റ്റാർട്ട്. എ എന്ന് പറയുന്ന ഫിനിഷ് ടു ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും 2 ടാസ്ക് ആണ്, രണ്ടും ഫിനിഷിങ് സെയിം ടൈമിലായിരിക്കണം. അതാണ് ഫിനിഷ് ടു ഫിനിഷ്. സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും ഉണ്ടാവും. എ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബി ഫിനിഷ് ചെയ്യുമ്പോഴായിരിക്കണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, റിവേഴ്സ് കൺസെപ്റ്റ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ FS എന്ന് പറയുന്നതിന്റെ റിവേഴ്സ് കൺസെപ്റ്റ്. പിന്നെ ഈ ഷെഡ്യൂളിനകത്ത് നമുക്ക് ഈ FS, SS, ഫിനിഷ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ട് ടു ഫിനിഷ്, അതുപോലെ ഫിനിഷ് ടു ഫിനിഷ്, സ്റ്റാർട്ട് ടു ഫിനിഷ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷോർട്ട് കീസ് ആണ് യൂസ് ചെയ്യേണ്ടത്. FS ഫിനിഷ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് SS, ദെൻ ഫിനിഷ് ടു ഫിനിഷ് FF, സ്റ്റാർട്ട് ടു ഫിനിഷ് SF. ഓക്കെ, ഈ FS എന്ന് പറഞ്ഞാൽ ഫിനിഷ് ടു സ്റ്റാർട്ട്. അതാണ് നോർമലി ഷെഡ്യൂളിൽ ഒരു ജസ്റ്റ് വെറുതെ നമ്മളൊരു റിലേഷൻഷിപ്പ് കൊടുക്കുമ്പോൾ വരുന്ന ഇൻബിൽട്ട് ആയിട്ടുള്ള ഓപ്ഷൻ. ഇപ്പൊ പ്രെഡിസിസർ, ഇപ്പം ഈ 2 എന്ന് പറയുന്ന ടാസ്ക് 3 എന്ന് പറയുന്ന ടാസ്കിന് മുമ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 എന്ന് പറയുന്ന ടാസ്ക് 2 കഴിഞ്ഞിട്ടാണെന്നുള്ള ഒരു കൺസെപ്റ്റ് കൊടുക്കാനായിട്ട് പ്രെഡിസിസറിൽ പോവുക. ഈ കാണുന്നതാണ് ഇതിന്റെ ടാസ്ക് ID എന്ന് പറയുന്നത് 1, 2, 3, 4. ഈ ടാസ്ക് ID ആണ് നമ്മൾ ഇവിടെ പ്രെഡിസിസറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഈ എക്സ്കവേഷൻ എന്ന് പറയുന്നത്
സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞാണ് എന്നുള്ള കൺസെപ്റ്റിന് അവിടെ 3 ആഡ് ചെയ്യുക. 3 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 ആഡ് ചെയ്യുക. 2 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞ് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ പോവുക. സൈറ്റ് ക്ലിയറൻസ് എന്ന് പറയുന്ന ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ PCC എന്ന് പറയുന്ന രണ്ടാമത്തെ ടാസ്ക് എങ്ങനെയാണ്? എക്സ്കവേഷൻ കഴിഞ്ഞായിരിക്കുമല്ലോ PCC, അതും നമുക്ക് FS കൊടുക്കാം 3. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത് സ്റ്റാർട്ടാക്കി. ദെൻ RCC എന്ന് പറയുന്ന PCC കഴിഞ്ഞ് സ്റ്റാർട്ടാക്കി, അതിന് 4 കൊടുക്കുക. അപ്പം ഈ RCC PCCക്ക് കഴിഞ്ഞിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 കഴിഞ്ഞിട്ട് 5 തുടങ്ങി എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഇത് സെയിം ഡേയിലാണെന്നുണ്ടെങ്കിലോ, ഈ സൈറ്റ് ക്ലിയറൻസും എക്സ്കവേഷനും സെയിം ഡേയ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ 2 എന്ന് പറയുന്ന സൈറ്റ് ക്ലിയറൻസും ഇത് ഒരേ സമയമാണെങ്കിൽ SS എന്ന് കൊടുക്കുക. അപ്പം രണ്ടും സെയിം ഡേയിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു. അതല്ല നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഫിനിഷ് ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസെപ്റ്റ് ആണെങ്കിൽ 2, അതിപ്പോ നമ്മൾ താഴെ ലിങ്ക് കൊടുത്തേക്കുന്നത് കൊണ്ടാണ് അതൊരു കമന്റ് ബോക്സ് വന്നത്. 2 എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത് 1 സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞിട്ടാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ ഇങ്ങനെ വരും. ഈ രീതിക്കാണ് ഇതിനകത്ത് റിസോഴ്സ് കൊടുക്കുന്നത്. നോർമലി നമ്മൾ ആ നമ്പർ മാത്രം കൊടുക്കുന്നത്, ടാസ്ക് ID മാത്രം കൊടുത്തു കഴിഞ്ഞാൽ FS എന്നുള്ള ഓപ്ഷനാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ ടാസ്ക് നെയിം കൊടുത്തു, ഡ്യൂറേഷൻ കൊടുത്തു, സ്റ്റാർട്ട് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. ഈ കണക്ഷൻസ് കൊടുത്തപ്പോഴത്തേക്ക് നോർമലി ഉള്ള സ്റ്റാർട്ട് ഫിനിഷ് ഡേറ്റ് ആയി. പക്ഷെ ഇങ്ങനെയല്ല സൈറ്റിൽ നടക്കുന്നത്. ചിലപ്പോൾ സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞായിരിക്കും എക്സ്കവേഷൻ നടക്കുക, അല്ലെങ്കിൽ എക്സ്കവേഷൻ കഴിഞ്ഞ് 3 ദിവസമായിരിക്കും PCC. ദെൻ PCC കഴിഞ്ഞ് നമുക്ക് അവിടെ ക്യൂറിങ്ങിന് ദിവസം വേണ്ടി വരും. PCC കഴിഞ്ഞിട്ട് 2 ദിവസം വെള്ളം ഒഴിച്ചിട്ടായിരിക്കും അടുത്ത വർക്ക് RCCയിലിട്ട് പോണേ. RCC കഴിഞ്ഞിട്ട് ഇത്രയെങ്കിലും ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത വർക്ക് വരുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ നോർമലി ഇത് ഓരോ രീതിക്ക് അതിന്റെ ലോജിക്കലി കൊടുത്തിട്ടുണ്ട്. എക്സ്കവേഷൻ എന്ന് പറയുന്നത് സൈറ്റ് ക്ലിയറൻസ് കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞാണ് എന്നുണ്ടെങ്കിൽ 2 FS ഫിനിഷ് ടു സ്റ്റാർട്ട്, 2 ഫിനിഷ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എത്ര ദിവസം കഴിഞ്ഞ്? 5 ദിവസം കഴിഞ്ഞ്. ഓക്കെ, അപ്പോഴത്തേക്ക് 2 FS + 5 എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ ആ ഒരു ഡിലേ കാണിക്കുന്നുണ്ട്. സിംഗിൾ ലൈനായിട്ട് കാണിക്കുന്ന ആ ഒരു ഇതാണ് ഡിലേ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി 2 കഴിഞ്ഞ് ഈ 5 ദിവസം. അപ്പൊ ഒരു ഷെഡ്യൂൾ നോക്കുമ്പോഴത്തേക്ക് ഇത് 2 ദിവസം എന്ന് പറയുന്ന അവർ വർക്ക് ചെയ്യാനായിട്ട്, പിന്നെ ഒരു 5 days ഡിലേ വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ അവിടെ വർക്കേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ക്യൂറിങ്ങിനായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് ഒരു ഷെഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് PCC ഇത് കണക്ക് 3 കഴിഞ്ഞിട്ട് നമുക്ക് 3 സ്റ്റാർട്ട് ചെയ്ത് 5 ദിവസം കഴിഞ്ഞെന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കാം. അപ്പോഴും 3 SS കഴിഞ്ഞ് 3 സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 3 SS + 3 എന്ന് കൊടുക്കുമ്പം 3 സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞൊരു 3 ദിവസം ആ ഒരു കൺസെപ്റ്റിൽ പോകും. ഇത് ഈ 3 FS ആണ് കൊടുക്കുന്നതെങ്കിൽ 3 കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞ് എന്നുള്ള രീതിക്കാകുമ്പം ഇതാ ഇതുപോലെ പോകും. 3 കഴിഞ്ഞ് ഒരു 3 ദിവസം. ഈ ഒരു ലൈൻ പോകുന്നത് ആ നമ്പർ ഓഫ് ഡേയ്സിന്റെ ഡിലേ ആണ് കാണിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രെഡിസസർ കൊടുത്തു, സക്സസർ കൊടുത്തു. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ അതിന്റെ ടാസ്ക് കൊടുത്തു, നമ്പർ ഓഫ് ഡേയ്സ് കൊടുത്തു, സ്റ്റാർട്ട് ഡേറ്റ്, ഫിനിഷ് ഡേറ്റ്, പ്രെഡിസസർ, സക്സസർ എല്ലാം കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്ത് കോസ്റ്റ് വരണം. ഇതിന്റെ കോസ്റ്റ്, ഈ ഒരു വർക്കിന് എത്രയാണ് കോസ്റ്റ് വേണ്ടത് അത് വേണം. ഇൻസേർട്ട് കോസ്റ്റ്. ഇവിടുത്തെ കോസ്റ്റ് 0 ആണ്. ഈ കോസ്റ്റ് ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് റിസോഴ്സ് ഷീറ്റിലാണ്. ഇതാണ് MSPയിൽ 4ാമത് കിടക്കുന്ന ഈ ഒരു പേജാണ് റിസോഴ്സ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ റിസോഴ്സ് ഷീറ്റിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റിസോഴ്സ് നെയിം, ടൈപ്പിൽ നമുക്ക് വർക്ക്, മെറ്റീരിയൽ, കോസ്റ്റ്. ആ ഒരു പ്രോജക്റ്റ് മെറ്റീരിയൽ നമ്മളിപ്പോൾ റിസോഴ്സ് ഷീറ്റിൽ ആഡ് ചെയ്യുന്നത്, ഇപ്പൊ നോർമലി നമ്മുടെ അവിടെ ഉള്ള വർക്കുകൾക്കെല്ലാം LOA, നമ്മൾ അഗ്രിമെന്റിലായ LOAയിലായാലും ഐറ്റം ഷെഡ്യൂളിലെല്ലാം വരുന്നത് അതിന്റെ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പം മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. ദെൻ ഈ മെറ്റീരിയൽ ആയിരിക്കണം എല്ലാ റിസോഴ്സിലും സെലക്ട് ചെയ്യേണ്ടത്. അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് ശ്രദ്ധിച്ചിരിക്കണം. ദെൻ മെറ്റീരിയൽ ലേബൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ്സ് ആണ്. ഇപ്പം നോർമലി മീറ്റർ, നമ്പേഴ്സ്,
അതുപോലെ ഓരോ യൂണിറ്റ്സ് വരാറുണ്ടല്ലോ, അത് യൂണിറ്റ്സ്. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് അത് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ള ഒരു ഓപ്ഷൻസ് വേണം. വർക്ക് എന്നുള്ള നമുക്ക് ആഡ് ചെയ്യാം. വർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് എത്ര വർക്കാണ്. ഇപ്പൊ മെറ്റീരിയൽ ലേബലിൽ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു യൂണിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും യൂണിറ്റ് വർക്ക്, മനസ്സിലായി? ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ റിസോഴ്സ് ഷീറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഈ റിസോഴ്സ് ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് അതിനകത്ത് കോസ്റ്റ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ചെറിയ 3-4 ടാസ്ക് ഉള്ളതിനകത്ത് ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു മെയിൻ ഒരു വലിയ പ്രോജക്റ്റ് നോക്കാം. ഓക്കെ, ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ഒരു മെയിൻ ടാസ്ക് വന്നിട്ടുണ്ട്. ആ മെയിൻ ടാസ്കിന്റെ ഇടയിൽ ജനറൽ എന്നുള്ള രീതിക്ക് വർക്ക് അവാർഡഡ്, പൊസഷൻ, ദെൻ മൊബിലൈസേഷൻ എന്നുള്ള ഈ പ്രീ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്. ഈ ടാസ്കുകൾ നമ്മൾ നോർമലി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇതിന്റെ അണ്ടറിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു, ഇൻഡന്റ് കൊടുക്കുന്നു, അപ്പൊ ഇതിന്റെ അണ്ടറിലായി. ദെൻ അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യുക. ദെൻ അടുത്തത് അടിക്കുക. അടുത്ത ടാസ്ക് അടിക്കുമ്പോൾ ഈ സെയിം ലൈനിലായിരിക്കും വരുന്നത്. അതും നേരത്തെ നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് ഓരോ ടാസ്കുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ലൈനിലായിരിക്കും. അതിനകത്ത് മെയിൻ ഹെഡിങ് ഒഴികെയുള്ള ബാക്കിയുള്ളത് സെലക്ട് ചെയ്യുന്നു, ഇൻഡന്റ് കൊടുക്കുന്നു, അപ്പോഴത്തേക്ക് അത് വീണ്ടും ഇതിനകത്താവുന്നു. അതുപോലെ നമ്മളിപ്പം ഈ പറഞ്ഞ 3 ഒരേ ലൈനിന്റെ അല്ലേ, ഇനി ഇതിനകത്ത് വീണ്ടും പോകുന്നുണ്ടാകും. ഇപ്പം ഒരു കൺസ്ട്രക്ഷൻ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സ്ട്രക്ചറൽ വർക്കിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ അങ്ങനെ ഉണ്ടാവും സ്ട്രക്ചറൽ വർക്കിൽ. അതിപ്പോൾ നമുക്ക് പല രീതിക്ക് ചെയ്യാം. സ്ട്രക്ചറൽ വർക്ക് ഒരു ഏരിയ തരംതിരിച്ചിട്ടേ ആദ്യത്തെ ഒരു 50%, അല്ല അത് കഴിഞ്ഞിട്ടുള്ളൊരു 30% അങ്ങനെ. ഇതിപ്പോൾ പാർട്ട് 1, പാർട്ട് 2 എന്നാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പാർട്ട് 1 എന്നുള്ളത്, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പാർട്ട് 1, ആ രീതിക്ക് നമുക്ക് ഇതിപ്പോ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് ഇതിപ്പം കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ളത് നോക്കട്ടെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിപ്പോ നമുക്ക് ഫിനിഷിംഗ് വർക്കാണ്. ഫിനിഷിംഗ് വർക്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലെ വർക്ക് ഉണ്ട്, ടെറസ് വർക്ക്, എക്സ്റ്റേണൽ വർക്ക്, ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, ഫിനിഷിംഗ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ടാസ്ക് ആഡ് ചെയ്യുന്നു, രണ്ടാമതൊരു ടാസ്ക് ആഡ് ചെയ്യുന്നു, മൂന്നാമത് എല്ലാം ഒരേ ലൈനിലായിരിക്കും. അതുപോലെ ഇതിപ്പം ജസ്റ്റ് കൺസിഡർ ചെയ്യുക ഒരേ ലൈനിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ലൈൻ അകത്തോട്ട് നമ്മൾ ആക്കുന്നു. ഇതിപ്പോ നമ്മൾ ഈ സ്റ്റെയർ എന്ന് പറഞ്ഞ ഇവിടെ ഒരു പുതിയ ടാസ്ക് ആഡ് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ടാസ്ക്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഒരു ടാസ്ക് ആഡ് ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കിടക്കുന്ന സെയിം ലൈനിലാണ്. ഇതിനെ വീണ്ടും ഇതിനകത്തോട്ടാക്കണമെങ്കിൽ വീണ്ടും ഇൻഡന്റ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ പ്ലംബിംഗ് എന്ന് പറയുന്ന മെയിൻ ടാസ്ക്, അതിനകത്ത് വരുന്ന കുറച്ചധികം ടാസ്കുകൾ, പിന്നെ അതിന്റെ സബ് ടാസ്ക് ആയിട്ട് വരുന്ന ടാസ്കുകൾ, ആ ഒരു കൺസെപ്റ്റ് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഒരു ടാസ്ക് ആഡ് ചെയ്യുന്നു, അതിന് ഇൻഡന്റ് ചെയ്യുന്നു, അതിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ദെൻ അതിനകത്ത് അടുത്ത് ആഡ് ചെയ്യുന്നു. പിന്നെ എത്ര തവണയാണോ ഇൻഡന്റ് ചെയ്യേണ്ടത് അതനുസരിച്ച് ഇൻഡന്റ് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഇൻഡന്റ് ചെയ്യുന്നതിന്റെ നമ്പേഴ്സ് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇൻസേർട്ട് കോളത്തിൽ പോകുമ്പോഴത്തേക്ക് ടാസ്ക് മോഡ് ഉണ്ട്, അതേപോലെ തന്നെ ഔട്ട്ലൈൻ നമ്പർ ഉണ്ട്. അതുപോലെ ഔട്ട്ലൈൻ ലെവൽ ഉണ്ട്. ഈ 3 കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ്, ഇപ്പോൾ വലിയ പ്രോജക്റ്റ് ഒക്കെയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ 3 ടാസ്കിൽ നിൽക്കത്തില്ല. ഒരു 1000 ടാസ്ക് അല്ലാതെ 2000 ടാസ്ക് ഒക്കെ വരുവാണെങ്കിൽ ആ ഒരു ടാസ്ക് നമ്പറും അത് എത്രാമത്തെ ഔട്ട്ലൈനിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതല്ല, ഓരോ ടാസ്കുകളും ഇൻഡന്റ് ചെയ്ത് അകത്തോട്ട് പോകുന്നത് എത്ര തവണ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഔട്ട്ലൈൻ നമ്പർ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ഔട്ട്ലൈനിൽ വരുന്നത്, ഒന്നാമത്തെ ഔട്ട്ലൈനിൽ രണ്ടാമത്തെ എന്ന് വെച്ചാൽ ഒന്നാമത്തേലെ സബ് 1, ഒന്നാമത്തതിലെ 2, ഒന്നാമത്തതിലെ 3, ആ ഒരു കൺസെപ്റ്റ്. ഒന്നാമത്തതിലെ മൂന്നാമത്തതിൽ വീണ്ടും അകത്തോട്ടുള്ള ഒരു തവണ ഇൻഡന്റ് ചെയ്ത്, 2 തവണ ഇൻഡന്റ് ചെയ്ത്, 3 തവണ ഇൻഡന്റ് ചെയ്ത്, ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് അതിന്റെ ഔട്ട്ലൈൻ നമ്പേഴ്സ് ആണ്. ഇത് ടാസ്ക് ഐ ഡി ആണ്. ഓക്കെ, ഈ ടാസ്ക് ഐ ഡിയും ഔട്ട്ലൈൻ നമ്പറും എല്ലാം നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ആവശ്യമുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതിപ്പോ പറഞ്ഞത്. ഇനി നമുക്ക് റിസോഴ്സ് ഷീറ്റിലോട്ട് പോവുകയാണെങ്കിൽ
റിസോഴ്സ് ആൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് എടുക്കാം. റിസോഴ്സ് ഷീറ്റ് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു വ്യൂവിലായിരിക്കും കാണുന്നത്. ഇതാണ് റിസോഴ്സ് ഷീറ്റ്. ഇതിപ്പോ ഒരു ടെൻഡർ റേഞ്ചിലുള്ള ഫയലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി എസിന്റെ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ, ടി എസിനകത്ത് നമ്മൾ അതിനകത്തുള്ള നമ്പേഴ്സും കാര്യങ്ങളെല്ലാം അതേ കണക്ക് തന്നെ ആഡ് ചെയ്യണം. അതെന്തിനാണെന്നുള്ളത് നമുക്ക് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് ടി എസിനകത്തുള്ള ഐറ്റം നമ്പേഴ്സ് അതേപോലെ മെൻഷൻ ചെയ്യുന്നു. മെറ്റീരിയൽ ടൈപ്പ് നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പോൾ മെറ്റീരിയൽ അല്ലേ, മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നു. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ്, നമ്മൾ ഈ സ്റ്റാൻഡേർഡ് റേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സ്റ്റാൻഡേർഡ് റേറ്റ് ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്, വർക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ, ഒരു ഇൻസേർട്ട് കോളം കൊടുത്തിട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുക. നമ്മൾ ഏതാണോ സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത് ഓരോ റിസോഴ്സും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇപ്പം ഇതിന്റെ 4.2 ഇതിപ്പം ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇത് നമ്മൾ മാനുവലി അടിച്ചതാണ് എന്ന് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു പുതിയ ഷെഡ്യൂൾ ചെയ്യുകയാണെന്ന് വെച്ചോ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടാസ്കുകളെല്ലാം അറേഞ്ച് ചെയ്തു. ഇത് റിസോഴ്സ് നമ്മൾ ആ ഒരു TS ഡോക്യുമെന്റിൽ നിന്ന് കുറച്ച് റിസോഴ്സസ് സെലക്ട് ചെയ്തു. റിസോഴ്സസ് അതേപോലെ ആഡ് ചെയ്തു. റിസോഴ്സ് നമ്പർ ഇട്ടു. ടൈപ്പ് മെറ്റീരിയൽ സെലക്ട് ചെയ്തു. ദെൻ സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് എന്താണ് സ്റ്റാൻഡേർഡ് റേറ്റ് ആഡ് ചെയ്തു. ദെൻ വർക്കും അതേപോലെ തന്നെ നമ്മൾ ഡോക്യുമെന്റിലുള്ള എന്താണോ അത് ആഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു ടെസ്റ്റ് ആഡ് ചെയ്തിട്ട് ഇപ്പൊ ഇതിനകത്ത് ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കുക. ദെൻ ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അതങ്ങനെ വന്നു. പിന്നെ വേറൊരു കേസ്, ഈ റിസോഴ്സസിനെ ഡിലീറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിപ്പോ വർക്കാണ്. ദെൻ നമ്മൾ ഈ ഒരു ഓപ്ഷൻ നോക്കുക. ഇതെന്ന് പറയുന്ന ഡിസ്പ്ലേ ടാസ്ക് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ദെൻ ടാസ്ക് ഡീറ്റെയിൽസ് ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ റിസോഴ്സ് യൂസേജ് എന്ന് പറയുന്ന ഈ ഒരു റിസോഴ്സ് എവിടേക്കാണ് യൂസ് ചെയ്തതെന്നുള്ളത്. ഇപ്പൊ പൈലിങ് 1.022 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് പേജിൽ പറഞ്ഞതുപോലെ അതിന്റെ ടാസ്ക് ഐഡിയും 3 എന്ന് പറയുന്ന ടാസ്ക് ഐഡി, ആ ഒരു ടാസ്ക് ആണ് പൈലിങ്. ഈ 1.022 എന്ന് പറയുന്നത് നമ്മുടെ TSന്റെ ഡോക്യുമെന്റിൽ നിന്ന് അതിന്റെ ആ റിസോഴ്സ് ഷീറ്റിലോട്ട് ആഡ് ചെയ്യുന്നു. അതിനകത്ത് മാത്രമാണ് ഈ ഒരു കേസ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിനെ 0 ആക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനോ വേണ്ടിയിട്ട് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളതിന്റെ പോവുക. ഇവിടെ വേണം എഡിറ്റ് ചെയ്യാനായിട്ട്, 0 കൊടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിസോഴ്സ് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ ഇപ്പൊ 0 ആയി. ഇത് നമ്മൾ ടെക്സ്റ്റ് ചെയ്തിട്ടതാണ്. ഇതുപോലെ നമ്മൾ എങ്ങനെയാണ് റിസോഴ്സ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് റിസോഴ്സ് ഷീറ്റിൽ ഇനി വേറൊരു പോയിന്റും കൂടെ പറയാം. റിസോഴ്സ് ഷീറ്റ് നോക്കുമ്പോഴത്തേക്ക് ആക്യുറേറ്റ് അറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടാസ്കിലും ഓരോ റിസോഴ്സ് ആഡ് ചെയ്യുന്നു. ആ റിസോഴ്സിന്റെ കോസ്റ്റ് റിഫ്ലക്റ്റ് ആവുന്നത് സ്റ്റാർട്ടിങ്ങിൽ വേണോ എൻഡിൽ വേണോ അതോ ഈക്വലി സ്പ്രെഡ് ചെയ്തിട്ട് വേണോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്യുറേറ്റ് അറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പം എക്സാമ്പിൾ പൈലിംഗ് എന്ന് പറയുന്ന ഒരു വർക്കിൽ ഈ പൈലിങ്ങിന്റെ ഈ ഐറ്റത്തിന്റെ കോസ്റ്റ് പൈലിംഗ് എന്ന് പറയുന്ന വർക്ക് തുടങ്ങുന്ന സമയത്ത് മാത്രം മൊത്തത്തിൽ അങ്ങ് റിഫ്ലക്ട് ചെയ്യണം ആ ഒരു പ്രോജക്റ്റിന്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് കൊടുക്കുക. അതല്ല അത് കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ എൻഡ് കൊടുക്കുക. അതല്ല ആ ഒരു പ്രോഗ്രസ് വർക്ക് നടക്കുന്ന ടൈമിനനുസരിച്ചിട്ട് ഓരോ ദിവസവും അക്യുമുലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോ റേറ്റ് കൊടുക്കുക. ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ ആക്യുറേറ്റ് അറ്റ് എന്ന് പറയുന്ന അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ നമ്മളിപ്പോ ഈ റിസോഴ്സ് ഷീറ്റ് ഞാൻ പറഞ്ഞതുപോലെ ആഡ് ചെയ്തു. റിസോഴ്സ് ഷീറ്റ് ആഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഇനിഷ്യൽ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അതിന് മുന്നേ ഈ ഒരു ഷെഡ്യൂൾ എന്താണെന്നും കൂടെ ഒന്ന് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു എക്സാമ്പിൾ കുട്ടനാട് ഡ്രിങ്കിങ് വാട്ടർ പ്രോജക്റ്റ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു ടാസ്ക് ആഡ് ചെയ്തു. ഇതിനെയാണ് സമ്മറി ടാസ്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നു. അതിനകത്ത് നമ്മൾ പ്രീ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, കോൺട്രാക്ട് വർക്കുകൾ, പേയ്മെന്റ് മൈൽസ്റ്റോൺ, 3 മെയിൻ ടാസ്കുകളുടെ അടിയിലുള്ള സബ് ടാസ്കുകൾ.
നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എ എന്ന് പറയുന്ന ടാസ്ക്, അതിന്റെ അകത്ത് വരുന്ന മെയിൻ ടാസ്ക്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഒരു കൺസ്ട്രക്ഷൻ വർക്ക്, ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ആദ്യമേ ഒരു ഹൗസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഒരു മെയിൻ ഹെഡിങ്, അതിന്റെ അകത്ത് ആദ്യമേ ഈ പ്രീ കൺസ്ട്രക്ഷൻ സെയിം, അതിന്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾ. അതിനുശേഷം കോൺട്രാക്ട് വർക്കിനകത്ത് എന്തൊക്കെ വരാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഫൗണ്ടേഷൻ വർക്കുകൾ വരാം, ബ്രിക്ക് വർക്ക്, ഫിനിഷിംഗ് വർക്കുകൾ വരാം, പിന്നെ അവസാനമുള്ള ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്ക്, പെയിന്റിങ്, അങ്ങനെയുള്ള വർക്കുകൾ വരാം. ആ ഒരു രീതിക്ക് 3ആയിട്ട് വേണമെങ്കിൽ തരംതിരിക്കാം. അതെങ്ങനെയാണോ ഷെഡ്യൂൾ ചെയ്യുന്നത് അവരുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കേസിനകത്താണെങ്കിൽ ഇപ്പൊ ഇതൊരു വലിയ പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പം 4 ഫേസ് അല്ലെന്നുണ്ട് 5 ഫേസ് ആയിട്ട് തരംതിരിക്കുന്നു. ഇതിനകത്ത് ഫേസ് 1, ഫേസ് 2, ഫേസ് 3 എന്ന് തരംതിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് മോണിറ്റർ ചെയ്യണം, എളുപ്പത്തിൽ മോണിറ്റർ ചെയ്യണം. ആ രീതിക്ക് നമുക്കത് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഫേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു ഫേസ് 1 ഇട്ടിരിക്കുന്ന അതിനകത്ത് വരുന്ന കൺസ്ട്രക്ഷൻ വർക്കുകൾ എന്തൊക്കെയാണ്? ഒരു OHSR വരുന്നുണ്ട്, ദെൻ OHSR 2 എണ്ണം വരുന്നുണ്ട്. അപ്പം ഈ ഫേസ് 1-നകത്ത് 2 OHSR വരുന്നുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ടാസ്കുകൾ നമ്മൾ ആദ്യമേ ഈ ഫേസ് 1-ൽ ആദ്യം മെയിൻ ടാസ്ക് ആഡ് ചെയ്യുന്നു, അതിന്റെ അടിയിൽ ബാക്കിയുള്ള ടാസ്കുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വരുന്നത് ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. അതിന് ഇതിനകത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻറ്റന്റ് ചെയ്യുന്നു, ആക്കുന്നു. ദെൻ ആ ഫോർമാറ്റിൽ അത് ആഡ് ചെയ്തതിനു ശേഷം അതിന്റെ അകത്ത് വരുന്ന പ്രോജക്ട് ടാസ്കുകൾ ആഡ് ചെയ്യാനായിട്ട് ഇത് കണക്ക് ഓരോന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആൾറെഡി ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. അതിനെ വീണ്ടും അതിനെ ഇൻറ്റന്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു, ഇൻറ്റന്റ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഈ പ്രിപ്പറേറ്ററി വർക്ക്, അതിന്റെ അകത്ത് വരുന്ന അടുത്ത ടാസ്കുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമോളിഷൻ, ഇനിഷ്യൽ ടെസ്റ്റ്, ലോഡ് ടെസ്റ്റ് കാര്യങ്ങൾ. അപ്പൊ അതും നമ്മൾ ഈ പ്രിപ്പറേറ്ററി വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന്റെ അകത്ത് ടാസ്കുകൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ഈ രീതിക്കായിരിക്കും. അതിന് ഇതിനെ അണ്ടറിലായിട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക, ഇൻറ്റന്റ് ചെയ്യുക. ദെൻ പ്രിപ്പറേറ്ററി വർക്ക് കഴിഞ്ഞാൽ OHSR-ന്റെ കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്ന മെയിൻ ടാസ്ക് ആഡ് ചെയ്യുന്നു. അതിനകത്ത് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻസ് OHSR-ന്റെ വർക്കാണ്. അതിന്റെ സ്ട്രക്ചറൽ ഫ്രെയിം ഉണ്ട്, ബാക്കിയുള്ള എക്സ്ട്രാ വർക്കുകൾ ആഡ് ചെയ്യുന്നു. അത് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഐറ്റം ഷെഡ്യൂളിനകത്തുള്ള ഐറ്റംസിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ വർക്കിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. അത് ആദ്യമേ ആ ഐറ്റം ഷെഡ്യൂൾ നമ്മൾ കറക്റ്റ് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും വേണേൽ വീണ്ടും ഇൻറ്റന്റ് ചെയ്ത് ഇങ്ങനെയാക്കുന്നു. ഈ ഒരു പ്രൊസീജിയറിൽ ആ ഒരു ടാസ്കിനകത്ത്, ആ ഒരു വർക്കിനകത്തുള്ള എല്ലാ ഐറ്റംസും ഇതേപോലെ ആദ്യമേ നമ്മൾ അറേഞ്ച് ചെയ്തു. ഓക്കെ, അറേഞ്ച് ചെയ്തു, നമ്മൾ ഡ്യൂറേഷൻ ഇട്ടു, സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ട്, ഫിനിഷ് ഡേറ്റ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓരോ ടാസ്കിലും പ്രെഡിസസർ, സക്സസർ ആഡ് ചെയ്തു. ആദ്യം പറഞ്ഞതുപോലെ പ്രെഡിസസർ, സക്സസർ ആഡ് ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കേസ് എടുക്കുവാണെങ്കിൽ ഈ പൈലിംഗ് എന്ന് പറയുന്ന വർക്ക് 16 എന്ന് പറയുന്ന വർക്ക് കഴിഞ്ഞിട്ട് അവിടുത്തെ ലോഡ് ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് 16 FS+1. ഈ പൈലിംഗ് എന്ന് പറയുന്നത് 16 FS, 16 എന്ന് പറഞ്ഞാൽ ടാസ്ക് ഐ ഡി ആണ്. ടാസ്ക് ഐ ഡി 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ആ 16 കഴിഞ്ഞിട്ട് നടന്നു എന്നുള്ള കൺസെപ്റ്റ്. ഇതേപോലെ ഓരോ വർക്കും നമ്മൾ ഏതാണോ അത് നമ്മൾ ടാസ്ക് ആഡ് ചെയ്യുക, ഇതുപോലെ പ്രെഡിസസർ, സക്സസർ കൊടുത്ത് ആ ഒരു വർക്കിന് ഷെഡ്യൂൾ ഈ രീതിക്ക് അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞത് കോസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കോസ്റ്റ് ആഡ് ചെയ്തു. ദെൻ ഇൻസേർട്ട്, ഇത് ഒരു എളുപ്പ വഴിയാണ് റിസോഴ്സസ് ആഡ് ചെയ്യാനായിട്ട്. റിസോഴ്സ് നെയിം സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ നമ്മൾ ഓരോ ടാസ്കിലും പോയിട്ട് റിസോഴ്സ് നെയിം എന്ന് പറഞ്ഞ കോളത്തിൽ ആ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഷെഡ്യൂളിലുള്ള എല്ലാ റിസോഴ്സസും ഇവിടെ വ്യൂ ആവും. നമ്മൾ എത്ര റിസോഴ്സസ് ഇട്ടിട്ടുണ്ടോ അതെല്ലാം നമുക്കിവിടെ വ്യൂ കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ നമ്മൾ ഇതിനകത്ത് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സൈറ്റ് ക്ലിയറൻസ് എന്നുള്ള ആ ഒരു ടാസ്ക് ആണ്. അപ്പം നമ്മൾ ഐറ്റം ഷെഡ്യൂളിലുള്ള സൈറ്റ് ക്ലിയറൻസിൻ്റെത് ക്ലിയറിംഗ് ജംഗിൾ, ഇതാണ് നമ്മൾ ഐറ്റം. ഈ ഐറ്റം നമ്മൾ അതിനകത്ത് നമ്മുടെ ഐറ്റം ഷെഡ്യൂളിനകത്തും ഇതേപോലെ കൺസ്ട്രക്ഷൻ ഓഫ് OHSR ആണെങ്കിൽ ആ OHSR കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ആ ഐറ്റം ഷെഡ്യൂളിലും കൊടുക്കുന്നത്. ആ ഐറ്റം ഷെഡ്യൂളിലെ നമ്പർ എന്തിനാണ് ഇടണം എന്ന് മസ്റ്റായിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിസോഴ്സ് നെയിം ഇതിനകത്ത് നിന്ന് എടുക്കുമ്പോൾ ആ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും
റിസോഴ്സസിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ചിലപ്പോൾ ഒരു വർക്കിൽ തന്നെ ഒരു 5-6 ക്ലിയറിംഗ് ജംഗിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നത് മാറിപ്പോകും. ആദ്യത്തേനെ ഉള്ളത് ചിലപ്പോൾ രണ്ടാമത്തേക്ക് ഇടും. അപ്പൊ ഈ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് നോക്കി ഇടാൻ പറ്റും. അതിനാണ് ഈ നമ്പർ ഇടുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇനിഷ്യൽ ലോഡ് ടെസ്റ്റ്, നമ്മൾ റിസോഴ്സസ് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇപ്പം 3 ആഡ് ചെയ്തിട്ടില്ല, അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഇതിൽ പോകുമ്പോൾ ഇപ്പൊ ഇവിടെ നോക്കുക, ഇത് റിസോഴ്സസ് ആഡ് ചെയ്തിട്ടില്ല, ക്ലിക്ക് ചെയ്യുന്നു, ഇതിൻ്റെ അകത്ത് ഫയലിംഗ് എന്നുള്ളത് എടുക്കുന്നു, ആഡ് ചെയ്യുന്നു. ഇതേപോലെ ഓരോ ടാസ്കിലും നമ്മൾ റിസോഴ്സസിനെ ആഡ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് OHSR അടുത്ത 2ാമത്തെ സെക്ഷനാണ്. അപ്പൊ 2ാമത്തെ സെക്ഷൻ ആകുമ്പോഴത്തേക്ക് അതിനകത്തും പൈലിംഗ് വർക്ക് വരുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഐറ്റം ഷെഡ്യൂളിൽ ഉണ്ടാവും നോർമലി അത് 2 എന്നുള്ള ഐറ്റം നമ്പർ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ 2 എന്നുള്ള നമ്പർ ഇട്ടാണ് പോകുന്നുണ്ടെങ്കിൽ 2ലെ പൈലിംഗ് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. 2ലെ പൈലിംഗ് എടുക്കുന്നു, ഇവിടെ ഇടുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് നോക്കാനായിട്ട് റിസോഴ്സ് ഷീറ്റിൽ പോകുന്നു. റിസോഴ്സ് ഷീറ്റിൽ പോകുമ്പോഴത്തേക്ക് നമ്മളിപ്പം എഡിറ്റ് ചെയ്ത 3 എണ്ണമാണ് ഇത്. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സിംഗിൾ 1 എന്നുള്ള ഒരു യൂണിറ്റ് ആണ് റിസോഴ്സസ് വരുന്നത്. ഇതിനെ നമുക്ക് വേണ്ട രീതിക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ നമ്മുടെ ക്വാണ്ടിറ്റി വേണ്ടതെന്നുള്ളത് ഈ റിസോഴ്സ് നെയിമസ് ആഡ് ചെയ്യുന്ന സമയത്ത് കൂടെ ആഡ് ചെയ്ത് പോവുക. ഇതിനെ നമ്മൾ ഇനി എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽസിൽ പോകുന്നു, ഈ റിസോഴ്സ് ഫോം എന്ന് പറയുന്ന അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിസോഴ്സ് യൂസേജ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ പൈലിംഗ് എന്ന് പറയുന്ന റിസോഴ്സ്, പൈലിംഗിൽ ഞാൻ ഒരെണ്ണം എക്സ്ട്രാ ആഡ് ചെയ്തായിരുന്നു നേരത്തെ. ഇപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു SF പൈലിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ റിസോഴ്സ് ആഡ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഇനിഷ്യൽ ലോഡിൽ റിസോഴ്സ് ആഡ് ചെയ്തു, ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് 0 വരുന്നത്. ഇതിനെ നമ്മൾ ഈ ഒരു കോസ്റ്റിലോട്ട് ആക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട 2850 ആണ്, ഇവിടെ വന്നിട്ടുള്ള 1 ആണ്. പുതിയൊരു റിസോഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 ആയിട്ടായിരിക്കും വരുന്നത്. അതിനെ മാറ്റുന്നതിനായിട്ട് 2850 എന്നുള്ളത് മാനുവലി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതിനകത്ത് ABCDF എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസിൽ ഈ ഒരു സാധനം വരുന്നുണ്ട്. പൈലിംഗ് എന്ന് പറയുന്ന ഒരു ടാസ്കിൽ ഒരുപാട് ഐറ്റംസ്, ഒരുപാട് ടാസ്ക്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഇതിനകത്ത് ഉള്ളത് നോക്കാം. ഇതിനകത്ത് എല്ലാത്തിലും സിംഗിൾ ടാസ്കുകളാണ് ഉള്ളത്, ചെറിയ പ്രോജക്റ്റുകൾ ആയതുകൊണ്ട്. ഇപ്പൊ നമുക്കിപ്പം ഇവിടെ എക്സാമ്പിൾ വേണ്ടത് ഇവിടെ ഇപ്പൊ 2 ടാസ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് മൊത്തത്തിൽ വേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതിന് 2 ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ സൈറ്റിൽ ആ ഒരു വർക്കിൽ എത്രത്തോളമാണ് ആ ക്വാണ്ടിറ്റി വേണ്ടതെന്നുള്ള പൈലിംഗ്. ഈ പൈലിംഗ് എന്ന് പറയുന്നതിനകത്ത് ഈ ഐറ്റം എത്രയാണ് വേണ്ടതെന്നുള്ളത് സെയിം ആയിട്ട് ഇപ്പം നമ്മൾ എക്സാമ്പിൾ PCC ഒക്കെ അല്ലെന്നുണ്ടെങ്കിൽ RCC എന്ന് പറയുന്ന ഒറ്റ ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം കോളം കോൺക്രീറ്റ് ഉണ്ട്, പ്ലിന്ത് ബീം ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലോർ ഉണ്ട്. അതിനകത്തെല്ലാം ഈ സെയിം RCC സ്പ്ലിറ്റ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പ്ലിന്ത് ബീം എന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് RCC കാണിക്കും, അതേപോലെ കോളം എന്ന് പറയുന്ന ടാസ്ക് ആഡ് ചെയ്യുമ്പോഴും RCC കാണിക്കും. അപ്പൊ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതറിയാം മാനുവലി എത്ര പെർസെന്റേജ് വേണം എന്നുള്ളത്. ആ ഒരു രീതിക്ക് കറക്റ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ക്വാണ്ടിറ്റീസ് കൊടുക്കാനായിട്ട്. ഇപ്പൊ നമ്മളിപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇത് ആഡ് ചെയ്തു, ദെൻ ഇതിനെ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദെൻ ഇവിടെ വേണ്ട 1 ടെസ്റ്റ് അത് 1 തന്നെയാണ്. അപ്പൊ ഇവിടെ 2 ആയിരുന്നെങ്കിൽ 2 ആഡ് ചെയ്യാം. അപ്പൊ ആ രീതിക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് വരും. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് 0 ആണ്. നമ്മളിത് ആഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് പേജിൽ പോകാനായിട്ട് ഡീറ്റെയിൽസ് അൺഹൈഡ് ചെയ്യുക, പോവുക. ദെൻ ഇവിടെ ഇപ്പോൾ കോസ്റ്റ് വന്നിട്ടില്ല, റിസോഴ്സസ് ലോഡ് ചെയ്തു, കോസ്റ്റ് വന്നിട്ടില്ല. കോസ്റ്റ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം പേജിൽ പോകുന്നു. ദെൻ ഈ സ്റ്റാൻഡേർഡ് റേറ്റിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട്
ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ടാസ്കും ഇരുന്ന് ഓരോ ടാസ്കിന്റെയും കോസ്റ്റ് ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പം നമ്മൾ ആൾറെഡി ഇത് നമ്മൾ റിസോഴ്സ് നെയിം ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇനി നോക്കുമ്പോൾ അവിടെ കോസ്റ്റ് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ കോസ്റ്റ് റിഫ്ലക്ട് ചെയ്ത് ഇനി ഈ കോസ്റ്റ് നമ്മൾ ഡോക്യുമെന്റിലുള്ള കോസ്റ്റുമായിട്ട് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ ഇതിപ്പോ ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിജിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ചെറിയ ഡിജിറ്റിന്റെ വ്യത്യാസത്തിലൊക്കെ കോസ്റ്റ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി സെയിം ലോജിക്ക്. ഇപ്പം നമ്മൾ ഒരു ഷെഡ്യൂൾ എങ്ങനെ ചെയ്യാം, അത് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് പറയാൻ വേണ്ടി മാത്രം ഇത് പറയുന്നതാണ്. ഇപ്പൊ നമ്മളെ വർക്ക് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്, നമ്മൾ മാനുവലി ആണ് ആഡ് ചെയ്യുന്നത്. ചിലപ്പം 1-2 ഡിജിറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. സെയിം കോപ്പി പേസ്റ്റ് ചെയ്യുക, എക്സലിൽ കൊണ്ടുപോവുക, മൈനസ് ചെയ്ത് നോക്കുക, എവിടെയാണോ ചേഞ്ച് ഉണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എളുപ്പ വഴി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കോസ്റ്റ് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഓരോ ഇപ്പൊ നമ്മളിപ്പോ ഒരു വർക്ക് നടക്കുന്നുണ്ട്, ഈ വർക്ക് ഒരു ഡേറ്റിൽ എത്ര ദിവസത്തെ വർക്ക് നടന്നിട്ടുണ്ട് എന്നെങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ കോസ്റ്റ് ആഡ് ചെയ്തു, കോസ്റ്റ് കിട്ടി. ദെൻ പേയ്മെന്റ് മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ആഡ് ചെയ്യുന്നു. മൈൽ സ്റ്റോൺ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആഡ് ഡേറ്റ് കൊടുക്കുന്നു. ദെൻ നമുക്ക് ഓരോ വർക്കിന്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 16/8/25 അതിനുശേഷമുള്ള ഒരു ദിവസം ആഡ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്യുന്നതെന്ന് പറയുന്നത് 15/2/27 ആ ഒരു ഡേറ്റും കൊടുക്കുന്നു. അതിനനുസരിച്ചിട്ട് മൈൽ സ്റ്റോൺ 1, 2, 3 എന്ന് കൊടുക്കുന്നു. ഇനി ഈ കോസ്റ്റ് എങ്ങനെയാണ് ഈ മൈൽ സ്റ്റോൺ ഡേറ്റ്, ഈ കോസ്റ്റ് കറക്റ്റ് നമ്മൾ എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ പേജിൽ പോകുമ്പോൾ ഡീറ്റെയിൽസ്, ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. രണ്ടാമത്തെ പേജിൽ പോവുക, ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ഡീറ്റെയിൽസ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇവിടെ ക്യുമുലേറ്റീവ് കോസ്റ്റ് ആണ് വേണ്ടത്. നമുക്ക് ഒരു ഡേറ്റിൽ എത്രത്തോളം വർക്ക് ക്യുമുലേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് ക്യുമുലേറ്റീവ് കോസ്റ്റ് ആണ് വേണ്ടത്. ദെൻ ഈ ക്യുമുലേറ്റീവ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രോറേറ്റ, സ്റ്റാർട്ട്, ഫിനിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റ് അക്യുമുലേറ്റ് ആവുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ഡേറ്റ് എടുക്കുന്നു. ആ ഒരു ഡേറ്റിൽ എത്രത്തോളം വർക്ക് നടന്നിട്ടുണ്ട് എന്നെങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റിൽ പോകുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്ക്രോൾ ടു ടാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ ഒരു സ്ക്രോൾ ടു ടാസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു വർക്ക് അന്നത്തെ ദിവസം എത്രത്തോളം രൂപയ്ക്ക് നടന്നു എന്നുള്ളത് കിട്ടും. അപ്പം ഈ 15/12/25 ഇത്രയും രൂപയുടെ വർക്കാണ് നടന്നത്. ക്യുമുലേറ്റീവ് കോസ്റ്റ് ആണ് നടന്നിട്ടുള്ളത്. ദെൻ അതിനുശേഷം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് ടൈം സ്കെയിൽ പോകുന്നു. ഇതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡീറ്റെയിൽസ് പോകുന്നു. ദെൻ ഇവിടെ ക്യുമുലേറ്റീവ് കോസ്റ്റ് കൂടാതെ നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ബേസ് ലൈൻ കോസ്റ്റ് കാര്യം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, കോസ്റ്റ് ആഡ് ചെയ്യാം. അതാകുമ്പോൾ ക്യുമുലേറ്റീവ് കോസ്റ്റും കിട്ടും. കോസ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, കോസ്റ്റ് ആഡ് ആയി. ഇതിനെ ഡീസെലക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡീസെലക്ട് ആവും. ഓക്കെ എടുക്കുന്നു. അപ്പൊ കോസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു ദിവസത്തെ കോസ്റ്റ് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീകൺസ്ട്രക്ഷൻ 15/2 സ്ക്രോൾ ടു ടാസ്ക്. ആ ഒരു ദിവസത്തെ ടോട്ടൽ ക്യുമുലേറ്റീവ് കോസ്റ്റ് ഇതാണ്. ആ ഒരു ദിവസത്തെ മാത്രം കോസ്റ്റ് നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ റിസോഴ്സ് ഷീറ്റ് കറക്റ്റ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. റിസോഴ്സ് ഷീറ്റ് ചെയ്യുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ മാറും. ഈ കോസ്റ്റ്, ആ ഒരു ദിവസത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ടാസ്കിൽ ഇപ്പോൾ ഒരു 5 റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ആ ദിവസത്തെ കോസ്റ്റിന്റെ പെർസെൻറ്റേജ് മാറുമ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് മാറും. അതേപോലെ ക്യുമുലേറ്റീവ് കോസ്റ്റ് മാറും. അത് വർക്കിന്റെ നേച്ചർ അനുസരിച്ചിട്ട് വേണം നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ കോസ്റ്റ് ക്യുമുലേറ്റീവ് കോസ്റ്റ് ആയി. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണത് കറക്റ്റ്, ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ കിഫ്ബിയിൽ ഇപ്പൊ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പേയ്മെന്റ് മൈൽ സ്റ്റോൺ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ
അതിന് പിന്നെ നമുക്ക് എങ്ങനെ ഈ ഒരു എമൗണ്ട്, ഇപ്പം ഒരു ബില്ല് സബ്മിറ്റ് ചെയ്യുകയാണ്, ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പം 15/12 നമുക്ക് ഇത്ര എമൗണ്ട് വേണം, 21 ഇത്ര എമൗണ്ട് വേണം, 17 ഇത്ര എമൗണ്ട് വേണം, അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു എക്സൽ ഫയൽ എടുക്കാം. ദെൻ ഈ പേയ്മെന്റ് മൈൽ സ്റ്റോൺസ് സ്റ്റാർട്ട് ഡേറ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ആ എക്സലിലോട്ട് അത് കോപ്പി ചെയ്യാം. ഇനി ഷെഡ്യൂളിൽ പോവുക. ഈ പറയുന്ന ദിവസത്തെ എത്ര കോസ്റ്റ് ആണ്, സ്ക്രോൾ ടു ടാസ്ക് കൊടുക്കുമ്പോൾ അന്നത്തെ ക്യുമുലേറ്റീവ് കോസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യുമുലേറ്റീവ് കോസ്റ്റ് ആണ് എടുക്കേണ്ടത്, കോസ്റ്റ് അല്ല, അന്ന് ഒരു ദിവസത്തെ അല്ല, അതുവരെ എത്ര രൂപയുടെ വർക്ക് നടന്നു, ക്യുമുലേറ്റീവ് കോസ്റ്റ് കിട്ടുന്നു, അതിനെ കോപ്പി ചെയ്യുന്നു. നമ്മൾ സെലക്ട് ചെയ്ത എക്സൽ ആ ഒരു ദിവസം ഇത്രയും രൂപയുടെ ക്യുമുലേറ്റീവ് ആണ് നടന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ എല്ലാ ദിവസത്തെയും ആഡ് ചെയ്യുക. 21/3. അപ്പൊ അതിന്റെ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. അതേപോലെ സെയിം പ്രൊസീജിയറിൽ സ്ക്രോൾ ടു ടാസ്ക് 16, സെയിം പ്രൊസീജിയറിൽ 19. അപ്പൊ ആ രീതിക്ക് ആഡ് ചെയ്യാം. 2 എണ്ണം ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്യാം. അപ്പൊ കുറച്ച് ക്ലാരിറ്റി വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ ആ ദിവസത്തെ ക്യുമുലേറ്റീവ് കോസ്റ്റ് ആണ് കിട്ടിയത്. നമുക്ക് ഇതല്ല വേണ്ടത്, ഇത് ക്യുമുലേറ്റീവ് ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഈ 2 തവണത്തെയും കൂടെ ടോട്ടൽ ആയിരിക്കും ഈ എമൗണ്ട്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ 3ന്റെയും കൂടെ ടോട്ടൽ ആയിരിക്കും. 4 എന്ന് പറയുന്നത് ഇതിന്റെ മൊത്തത്തിൽ ടോട്ടൽ ആയിരിക്കും. നമ്മളെ മൊത്തത്തിലുള്ള പ്രോജക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ക്യുമുലേറ്റീവ് ആണ് നമ്മളെടുത്ത് ബില്ലിന് കൊടുക്കുവാണെങ്കിൽ ഇതിന്റെ ക്യുമുലേറ്റീവിന്റെ ടോട്ടൽ എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം സം വരുമ്പോഴത്തേക്ക് ഇതിന്റെ 3 ഇരട്ടിയോളം വരുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഇതിന് കോസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഫസ്റ്റിലത്തേൽ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ഫസ്റ്റ് കോസ്റ്റ് ആണ്. രണ്ടാമത്തേന്ന് പറയുന്നത് 1ഉം 2ഉം ആഡ് ചെയ്തായതുകൊണ്ട് അതിൽ നിന്ന് സം ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ദിവസത്തെ കോസ്റ്റ് ആക്കി. എന്നിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം കോസ്റ്റ് തന്നെ ഇതിന്റെ സം എടുക്കുമ്പോൾ സെയിം തന്നെ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോസ്റ്റ്. ഒന്നെങ്കിൽ നമുക്ക് ഈ സെയിം എമൗണ്ട് തന്നെ അന്നത്തെ ബിൽ എമൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെയിം എമൗണ്ട് ആണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൺട്രോൾ V എടുക്കുക. നമ്മളിപ്പോൾ സെയിം എമൗണ്ട് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 കിട്ടും. അതല്ല സെയിം എമൗണ്ട് അല്ല, ആദ്യത്തെ എമൗണ്ട് നമ്മളിപ്പോൾ വേണ്ട, ബിൽ എമൗണ്ട് 15 അല്ല വേണ്ട, 10 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് മിസ്മാച്ച് വന്നു. നേരത്തെ ആയിരുന്നെങ്കിൽ ഇതിന്റെ ടോട്ടൽ കറക്റ്റ് ഇത് തന്നെ വന്നു. ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഡിഫറൻസ് വന്നു. ഇനി ഇതിനെങ്ങനെ ടാലി ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒന്നിലങ്ങ് ആഡ് ചെയ്താൽ പറ്റത്തില്ല. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടോട്ടൽ ഇവിടെ വരുന്ന ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്യുമുലേറ്റീവ് എടുത്തതിനേക്കാളും കൂടുതൽ കുറേ ചെയ്താൽ നെഗറ്റീവ് വാല്യൂ വരും. അപ്പൊ പിന്നെ വീണ്ടും ബില്ല് കിട്ടത്തില്ല. അപ്പൊ അതിനെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇതാണ് നമുക്ക് വേണ്ട, കിട്ടിയേക്കുന്ന എമൗണ്ട് നമുക്ക് വേണ്ട ഇതാണ്. അപ്പൊ അവിടുത്തെ ഡിഫറൻസ് ഇതാണ്. ഓക്കെ, ദെൻ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് കിട്ടിയേക്കുന്ന ആ ഒരു ഡിഫറൻസ് എമൗണ്ട് ഇതാണ്, നമുക്ക് വേണ്ടത് ഇതാണ്, അവിടുത്തെ ഡിഫറൻസ് ഇതാണ്. ആ രീതിക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ളത് ആയതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആ സെയിം എമൗണ്ട് എടുത്തത് കൊണ്ട് മൊത്തത്തിൽ ആ ഒരു എമൗണ്ടിന്റെ ഡിഫറൻസേ വന്നിട്ടുള്ളൂ. ചില കേസസിൽ എല്ലാ എമൗണ്ടിലും ഡിഫറൻസ് വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇതിപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിൽ എത്രയാണോ എക്സ്ട്രാ വന്നേക്കുന്ന എമൗണ്ട് ആഡ് ചെയ്യുമ്പോൾ അവസാനത്തെ എമൗണ്ട് 0 വരും. എന്ന് വെച്ചാൽ ആ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ എടുക്കുമ്പോൾ സെയിം കോസ്റ്റ് തന്നെ ആയിരിക്കണം. ആ ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് ആ ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് 0 വന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഒരു എമൗണ്ട് എടുക്കാനായിട്ട് വെറുതെ നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്രോഗ്രസ് എടുത്തിട്ട് കൊടുക്കാതെ ഈ രീതിക്ക് ചെക്ക് ചെയ്ത് 0 ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ശേഷം, മാത്രമല്ല നെഗറ്റീവ് വാല്യൂ വന്നൂടെ. നെഗറ്റീവ് വാല്യൂ വന്നാലും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ വർക്ക് നടന്നേക്കാൾ കൂടുതൽ എമൗണ്ടിന് വേണ്ടി ക്ലെയിം ചെയ്തു എന്നുള്ള കൺസെപ്റ്റിലോട്ട് പോകും. അതുകൊണ്ട് ആ രീതിക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആ ഒരു കേസ്, മൈൽ സ്റ്റോണിന്റെ കേസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത്
ഷെഡ്യൂളിങ്ങിന്റെ ടാസ്ക് ആഡ് ചെയ്തു, ഡ്യൂറേഷൻ കൊടുത്തു, സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തു, റിസോഴ്സ് ഷീറ്റ് ആഡ് ചെയ്തിട്ട് കോസ്റ്റ് റിഫ്ലക്റ്റ് ആക്കി, ദെൻ പേയ്മെന്റ് മൈൽ സ്റ്റോൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കി. പിന്നെ ഇതാണ് ഇതിന്റെ ഗാൻ ചാർട്ട്. ഈ ഗാൻ ചാർട്ട് ഇപ്പൊ ഇതിനകത്ത് കാണുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂ, ഈ 3 ടാസ്കുകൾ അത് മൊത്തത്തിൽ കാണുന്നതിനായിട്ട് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ, ഔട്ട്ലൈൻ, ആൾ ടാസ്ക്, അപ്പോഴത്തേക്ക് മൊത്തം വ്യൂ ഉണ്ടാവും. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു ഇവിടുത്തെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത് നമ്മളെ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ അനുസരിച്ചായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ഡേയ്സ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഗാൻ ചാർട്ട് വ്യൂ കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഇയേഴ്സ് ആക്കി. ഈ ഇയേഴ്സ് ആക്കുന്നതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇവിടെ സ്ക്രോൾ ചെയ്താൽ മാത്രം മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടൈം സ്കെയിലിൽ പോവുക, കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിപ്പോ നമ്മൾ ഇതിനകത്ത് ടാസ്ക്, ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ കൂടെ ഇത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയറിംഗ് ജംഗിൾസ് എന്ന് പറയുന്ന ഒരു ടാസ്ക്, അതിനകത്ത് റിസോഴ്സസ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് 253.12 സ്ക്വയർ മീറ്റർ ആണ്. അതേപോലെ രണ്ടാമത്തെ ടാസ്ക്, അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് എന്ന് പറയുന്നത് ഇത്രയും ക്വാണ്ടിറ്റിയാണ്. മൂന്നാമത്തെ ടാസ്ക് ഇതാണ്, അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് ഇത്രയും ക്വാണ്ടിറ്റിയാണ്. അതുപോലെ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ആ ഒരു സ്റ്റാർട്ട് ടു സ്റ്റാർട്ട് ആണോ ഫിനിഷ് ടു സ്റ്റാർട്ട് ആണോ എന്നുള്ള ആ ഒരു കണക്ഷനും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് നിന്ന് നമുക്ക് റിപ്പോർട്ട്സ് എടുക്കാം. ഇപ്പം ഒരു സിംഗിൾ ഒരു പ്രോജക്റ്റിന് സബ്മിറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അതിന് ആ ഒരു റിപ്പോർട്ട് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനകത്ത് പ്രോഗ്രസ് അപ്ഡേറ്റ്. ഇപ്പൊ ഇതൊരു പ്രോജക്റ്റ്, ഈ പ്രോജക്റ്റ് ലൈവ് പ്രോജക്റ്റ് ആണേ. അപ്പോൾ പ്രോഗ്രസ് ഉണ്ടാവും. അതിനായിട്ട് ഇൻസേർട്ട് കോളത്തിൽ പെർസെൻറ്റേജ്, ഇതിപ്പോ 0 പ്രോഗ്രസ് ആണ്, വർക്കിൽ പ്രോഗ്രസ് ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണ് പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്ന കോൾ ആഡ് ചെയ്യുന്നു. അപ്പം ഈ ഒരു കേസിൽ എക്സ്കവേഷൻ വരെ ആയിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് അറിയാനായിട്ട് സെലക്ട് ചെയ്തിരുന്നു. ഇത്രയും വരെയുള്ള വർക്ക് 100% ആയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഇതിപ്പോ ഒരു 90 അല്ല 80, ബാക്കിയുള്ള എല്ലാം 100 ആണെങ്കിൽ ജസ്റ്റ് മാനുവലി അടിക്കുക, 100 അടിക്കുക. ഈ രീതിക്ക് നമുക്ക് പ്രോഗ്രസ് അപ്ഡേറ്റ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് ശേഷമുള്ള ടാസ്കുകൾ 0 ആണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം ഒരു ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ആദ്യം ആ ഒരു ഫസ്റ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്ത് 1 മാസം അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് ഈ പ്രോജക്റ്റ് തീരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഹാഫ് സ്റ്റേജിൽ അല്ലാന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോജക്റ്റിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പൊ അപ്ഡേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഈ 31 വരെയുള്ള പ്രോജക്റ്റ് 0, ഇത്ര 100% ആയി. അപ്പൊ അവിടെ എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ ഇതൊരു 70% അല്ലെങ്കിൽ 50% ഒക്കെ ആയിട്ട് മാറും. അപ്പൊ ബാക്കിയുള്ള പ്രോജക്റ്റുകൾ കറക്റ്റ് സമയത്ത് നടക്കുന്നില്ല. അപ്പൊ അതിന്റെ ഡേറ്റ് മാറ്റണം. അതിന്റെ ഡേറ്റ് മാറ്റാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പ്രെഡിസസർ, സക്സസർ, ഡ്യൂറേഷൻ, ഈ 3 ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഡേറ്റ് മാറ്റാൻ പറ്റും. ഡ്യൂറേഷൻ നമുക്കിപ്പം അതിന്റെ വർക്കിംഗ് ഡേയ്സ് ആണ് മാറുന്നത്. ഇപ്പൊ 41 ഉള്ളത് 61 ആയി. ഓക്കെ, അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ 61 ആയി. ഓക്കെ, അതല്ല നമുക്ക് അവിടെ ഡിലേ ആണ് വരുന്നതെങ്കിൽ, അപ്പം ഈ പ്രെഡിസസർ ഈ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 50 ദിവസത്തെ ഡിലേ ആണ് വന്നതെങ്കിൽ ആ രീതിക്ക് 50 ദിവസത്തെ ഡിലേ എന്നുള്ളൊരു കൺസെപ്റ്റ് എടുക്കുമ്പോൾ അതിന് ശേഷമുള്ള ടാസ്കുകളെല്ലാം ഓട്ടോമാറ്റിക്കലി റീഷെഡ്യൂൾ ആവും. അങ്ങനെ റീഷെഡ്യൂളിങ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഓപ്ഷൻസിൽ ഓട്ടോ ഷെഡ്യൂൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ എപ്പോഴും ക്ലിക്ക് ആണോ എന്നുള്ള നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കേസ്, ഇപ്പൊ നമ്മളിത് ഇങ്ങനെ മാറ്റി. അപ്പോൾ മിക്കൊരു പ്രോജക്റ്റിനും ഒരു ഫിനിഷ്ഡ് ഡേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മളിത് മാറ്റുമ്പോൾ ഫിനിഷ്ഡ് ഡേറ്റ് മാറും. അപ്പൊ ഇതിനെ മൊത്തത്തിൽ റീഷെഡ്യൂൾ ചെയ്യണം. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ടാസ്ക് മാത്രമേ മാറ്റിയുള്ളൂ, ഈ പറയുന്ന ടാസ്ക് മാത്രമേ മാറ്റിയുള്ളൂ. അപ്പൊ അതിന് ശേഷമുള്ള ടാസ്കുകൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത രീതിക്ക്, ആദ്യം പ്ലാൻ ചെയ്ത രീതിക്കുള്ള നമ്പർ ഓഫ് ഡ്യൂറേഷൻസും അതേപോലെ തന്നെ ഡിലേ, പ്രെഡിസസർ FS+1, 2, 3 ആ രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് പ്രോജക്റ്റ് തീരത്തില്ല. അപ്പോൾ മൊത്തത്തിൽ റീഷെഡ്യൂൾ ചെയ്യണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ റീഷെഡ്യൂൾ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ എന്നുള്ളത് 0 ആക്കിയതിന് ശേഷം മാത്രമേ റീഷെഡ്യൂൾ ചെയ്യാവൂ. അതൊരു മെയിൻ ടോപ്പിക്കാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയാണോ എവിടം വരെയാണോ നമ്മൾ ടാസ്കുകൾ കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്, വലിയ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുക.
പിന്നെ ഈ പെർസെൻറ്റേജ് നമുക്ക് പെട്ടെന്ന് എടുത്ത് പിന്നെ നമ്മൾ മറന്നു പോകും, അല്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രോജക്റ്റ് ആണ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യണമെങ്കിൽ ഇവിടെയും നമുക്ക് ഒരു ആഡ് ചെയ്യാം. ഇൻസേർട്ട് കോളം ആഡ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ സെയിം സാധനം എടുത്ത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിടാം. അപ്പൊ നമുക്ക് എന്നിട്ട് നമുക്ക് ഇത് 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റീഷെഡ്യൂളിങ് ചെയ്തിട്ടായാലും മറ്റ് നമ്മുടെ ബാക്കിയുള്ള ലൈവ് കഴിഞ്ഞ ടാസ്കുകൾ എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പിന്നുള്ള ടാസ്കുകൾ എങ്ങനെയാണ് റീഷെഡ്യൂൾ എന്ന് വെച്ചാൽ പിന്നുള്ള അത് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതെന്ന് പറയുന്നത് ആ ഒരു പ്രൊജക്ട് എഞ്ചിനീയറിന്റെ കയ്യിലെ കഴിവനുസരിച്ചാണ്. അതിനകത്ത് നമ്മളിപ്പം സൈറ്റിൽ നമ്പർ ഓഫ് ലേബേഴ്സിനെ കൂട്ടി, ഇപ്പം പ്രൈമറി ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് ലേബേഴ്സിനെയൊക്കെ ആഡ് ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ മെറ്റീരിയൽസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഓരോ ദിവസവും ഇപ്പൊ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിൽ 20 ദിവസവും 30 ദിവസം ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മൾ 10 ദിവസം ആക്കുക, 5 ദിവസം ആക്കുക. നമ്മൾ ഏതാണോ ഫിനിഷ് ഡേറ്റ് അതിനകത്ത് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈറ്റിൽ ലേബേഴ്സിന്റെ എണ്ണം കൂട്ടിയാണ് ഷെഡ്യൂൾ ചെയ്യാറ്. ആ ഡ്യൂറേഷൻ മാറ്റിയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രെഡിസസർ സക്സസറിൽ ഈ പറയുന്ന ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ FS+5 എന്നൊക്കെ ഉള്ള രീതിക്കുള്ള ആ ഒരു ഓപ്ഷൻസ് നമുക്ക് സൈറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ SS+ ആക്കാം. സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പ്ലാനിങ്ങിൽ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തെന്ന് പറയുന്നത് നമുക്ക് റിപ്പോർട്ട്സിലോട്ട് പോവാം. റിപ്പോർട്ട്സിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതിപ്പോൾ ഒരു 0% ടാസ്ക് ആണ്, ഷെഡ്യൂളാണ്. റിപ്പോർട്ട്സ് ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു റിപ്പോർട്ട്സ് ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഇപ്പൊ നമുക്കിതിപ്പം മെറ്റീരിയൽ ഡിപ്പെൻഡഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്ക് മെറ്റീരിയൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡാഷ് ബോർഡ്സ് പിന്നെ റിസോഴ്സസിന്റെ നമുക്ക് അധികം യൂസ് ഇല്ല. ഡാഷ് ബോർഡ്സ് നോക്കാം. ബാക്കി ഇതൊക്കെ കോസ്റ്റ് ആണ്. നമ്മൾ ആ റിസോഴ്സ് ഷീറ്റിൽ മെറ്റീരിയൽ വെച്ചിട്ടാണല്ലോ ഇതിപ്പോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ നമ്മൾ വരുന്നതെന്ന് പറയുന്നത് ബേൺ ഡൗൺ റിപ്പോർട്ട്സ് ആണ്. അതിനായിട്ട് അത് എന്താണെന്നുള്ളത് പറയാനായിട്ട് ഓക്കെ, ഫസ്റ്റ് വൺ ബേൺ ഡൗൺ റിപ്പോർട്ട്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഒരു കോസ്റ്റ് ആണ്. നമ്മൾ ആ ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് അതിന് നമുക്ക് വിഷ്വലി കാണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഓവർവ്യൂ ആണ്. കോസ്റ്റ് ഓവർവ്യൂ ഓഫ് പ്രോജക്റ്റ് അതെങ്ങനെ നമുക്ക് അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് എടുക്കുന്നു, ആ പ്രോജക്റ്റിന്റെ കോസ്റ്റ് ഓവർവ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ റിസോഴ്സ് ഷീറ്റിലെ കോസ്റ്റ് അല്ല, ആ പ്രോജക്റ്റിന്റെ കോസ്റ്റ് റിപ്പോർട്ട് ബേൺ ഡൗൺ. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു 0% ആണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഗ്രാഫിനകത്ത് നമുക്ക് റിമൈനിങ് ടാസ്കുകളുണ്ട്, അതേ കണക്ക് തന്നെ നോർമൽ ടാസ്കുകളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിപ്പോ 0%, ഇപ്പൊ ഒരു 90% അപ്ഡേറ്റ് ചെയ്ത അല്ലെ 89% ആണെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട്സ് നോക്കുമ്പോൾ ഡാഷ്ബോർഡ്സിൽ പോയി ബേൺസ് ഓൺ എടുക്കുമ്പോൾ ഇതിനകത്ത് ആക്ച്വലി എല്ലാ പ്രോജക്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റ് ഈ ജസ്റ്റ് നമ്മളൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രസന്റേഷന് വേണ്ടിയിട്ട് സിംഗിൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് കോസ്റ്റിന്റെ പ്രോജക്ട് കോസ്റ്റിന്റെ ഏതൊക്കെ വർക്ക് നടന്നു എന്നുള്ള രീതിക്ക് റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്. ദെൻ അടുത്തെന്ന് പറയുന്നത് കോസ്റ്റ് ഓവർവ്യൂ. ആ ഒരു പ്രോജക്റ്റ് ഇപ്പൊ നമ്മൾ നേരത്തെ 80% ഇട്ടായിരുന്നു. കോസ്റ്റ് ഓവർവ്യൂ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ അതിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. 88% വർക്ക് നടന്നിട്ടുണ്ട്, റിമൈനിങ് ഇത്ര കോസ്റ്റിന്റെ വർക്ക് ഉണ്ട്, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഇതാണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോസ്റ്റ് ഓവർവ്യൂവിന്റെ റിപ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ പ്രോജക്റ്റ് ഓവർവ്യൂ നേരത്തെ പറഞ്ഞ സെയിം അതുപോലെ തന്നെയാണ്. ഇത്ര പെർസെൻറ്റേജ് വർക്ക് നടന്നിട്ടുണ്ട്, അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് ഇതാണ്, ഫിനിഷ് ഡേറ്റ് ഇതാണ്, മൊത്തത്തിൽ ആ വർക്ക് 88% ആയിട്ടുണ്ട്. 90 ആണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് കാണിച്ചാൽ ആ ഒരു രീതിക്ക് നമുക്ക് റിപ്പോർട്ട്സ് കാണിക്കാവുന്നതിനാണ് ഇത് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്ലൈൻ നമ്പേഴ്സ് ഹൈഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. അതാണ് ഇതെന്ന് പറയുന്നത്. ഔട്ട്ലൈൻ ഇതിപ്പം ഔട്ട്ലൈൻ നമ്പർ ഹൈഡായി, ആഡ് ചെയ്തു, ഹൈഡായി. ദെൻ പ്രൊജക്ട് സമ്മറി ടാസ്ക്, ഫസ്റ്റത്തെ ടാസ്ക് പ്രൊജക്ട് സമ്മറി ടാസ്ക് ആഡായി. സമ്മറി ടാസ്കുകൾ ഹൈഡ് ആക്കണം എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ടാസ്ക്, അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോൾഡ് ആയിട്ടുള്ള ടാസ്കുകൾ സമ്മറി ടാസ്കുകൾ അത് ഹൈഡ് ആക്കണമെങ്കിൽ അത് ഹൈഡ് ആക്കാം.
ഈ സമ്മറി ടാസ്ക്, പ്രോജക്ട് സമ്മറി ടാസ്ക് ഇതൊക്കെ ഹൈഡ് ആക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോജക്റ്റിനെ റീഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് ഓരോ ടാസ്കുകളും നമുക്ക് പ്രോഗ്രസ് ഇടാനായിട്ട് ഈ സമ്മറി ടാസ്ക് ഒക്കെ ഹൈഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈഡിങ് ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഒരു കളർഫുൾ ആയിട്ട് കാണിക്കുന്നത് അതെന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഈ ഗാൻ ചാർട്ടിന്റെ കളർ മാറ്റുന്നതിനാണ്. ഈ ഗാൻ ചാർട്ട് ഇപ്പൊ ബ്ലൂ ആണ്, ആ കളർ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഓപ്ഷൻസ്. നമ്മൾ എക്സലിലും അതിലൊക്കെ ഉള്ളത് പോലുള്ള ജസ്റ്റ് ഓപ്ഷൻസ് ആണ്. ക്രിട്ടിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു പ്രോജക്റ്റിൽ ഇതിപ്പം വ്യൂ ചെറുതായതുകൊണ്ടാണ് ആ ഒരു റെഡ് കളർ കാണിക്കാത്തത്. ക്രിട്ടിക്കൽ ടാസ്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ലോങ്ങസ്റ്റ് പാത്ത് ഏതാണോ അതായിരിക്കും ക്രിട്ടിക്കൽ ടാസ്ക്. അത് ഈ ചാർട്ടിൽ റെഡ് കളറിൽ കാണിക്കും. നമുക്ക് വേറൊരു പ്രോജക്റ്റിൽ നോക്കാം. ഇപ്പൊ ഇതൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ക്രിട്ടിക്കൽ ടാസ്ക് ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റിന്റെ ലോങ്ങസ്റ്റ്, ഇതിനകത്ത് ഇപ്പൊ വേറെ ടാസ്കുകളൊന്നും ഇല്ല. ഈ പ്രോജക്റ്റിന്റെ ലോങ്ങസ്റ്റ് വേ എന്ന് പറയുന്ന അതാണ് ക്രിട്ടിക്കൽ ടാസ്ക്. അതിന്റെ ക്രിട്ടിക്കൽ പാത്ത് അതാണ് ക്രിട്ടിക്കൽ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇപ്പൊ ഏകദേശം നമുക്കിപ്പോ ഒരു ഷെഡ്യൂളിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് വേണ്ടത് എന്നുള്ള കുറച്ച് ടോപ്പിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോർഷൻ ഒന്നുകൂടെ പറയണമെങ്കിലും പറയാം. ഇതിന്റെ നോട്ട്സും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്യാമല്ലോ അല്ലേ രഞ്ജു? PDF-ഉം ഒരു ഡമ്മി പ്രോജക്റ്റിന്റെ ഒരു PDF, അതുപോലെ തന്നെ നമ്മളെ ഈ പ്രസന്റേഷനും എല്ലാം ഞാൻ ഷെയർ ചെയ്തേക്കാം. പ്രസന്റേഷനിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചാൽ കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഓക്കെ ഓക്കെ. വേറെ ക്വറീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി പ്രോജക്ട് സബ് ഡിവിഷൻ പയ്യന്നൂരിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കുന്ന സാഗി സാംദാസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രസക്തമായ ഒരു ടോപ്പിക്കായിരുന്നു, പ്രോജക്ട് പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് എന്നുള്ള വിഷയത്തിൽ. അത് പ്രത്യേകിച്ച് വാട്ടർ അതോറിറ്റിയിൽ ഇന്ന് വലിയ വലിയ പ്രോജക്ട്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജൽജീവൻ മിഷൻ, അമൃത്, കിഫ്ബി എന്നീ വലിയ പ്രോജക്ട്സ് നടക്കുമ്പോൾ ഇതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് പ്രവൃത്തി ചെയ്യിപ്പിക്കുന്നതിൻ്റെ പോലെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിരുന്നു. ഈ വിഷയത്തിൽ വളരെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, അതായത് മാനേജ്മെന്റ് ടൂൾസ് ഉപയോഗിച്ച് എങ്ങനെ ഇതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാന്നുള്ള ഒരു നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് എടുത്ത ശ്രീ രഞ്ജുരാജിന് FKയുടെ പേരിൽ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. അത് കൂടാതെ തന്നെ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോരുത്തർക്കും, ഈ അവസാനം വരെ ഇരുന്ന ഓരോരുത്തർക്കും FKയുടെ പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. താങ്ക്സ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.